ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് രാത്രി നമ്മൾ ശാന്തമായൊരു കാലത്തിലേക്ക് യാത്ര ചെയ്യുകയാണ്. നമ്മുടെ ലോകത്തിൻ്റെ അറ്റങ്ങൾ നമുക്ക് രഹസ്യമായിരുന്നൊരു കാലത്തേക്ക്. നമ്മുടെ കഥ തുടങ്ങുന്നത് 1800കളുടെ അവസാനത്തിൽ നോർവേയുടെ ശാന്തമായ സൗന്ദര്യത്തിലാണ്. പക്ഷെ പിന്നീട് നമ്മൾ ഭൂമിയിലെ ഏറ്റവും കഠിനമായ 2 സ്ഥലങ്ങളിലേക്ക് ഇന്ന് രാത്രി എത്തിച്ചേരും. കടലിനെ ആശ്രയിച്ചു ജീവിക്കുന്ന കുടുംബത്തിൽ ജനിച്ച ഒരു കുട്ടിയെയാണ് ഇന്ന് നമ്മൾ പിന്തുടരുന്നത്. പക്ഷേ അവൻ്റെ സ്വപ്നങ്ങൾ അനന്തവും നിശബ്ദവുമായ മഞ്ഞിൻ്റെ ലോകത്തായിരുന്നു. കിലോമീറ്ററുകളോളം ഭൂഖണ്ഡങ്ങൾ, മഞ്ഞിനടിയിൽ ഉറങ്ങിക്കിടക്കുന്ന, മാസങ്ങളോളം സൂര്യൻ അപ്രത്യക്ഷമാകുന്ന ആ ഒരു ലോകം. അതെ, നമ്മുടെ ഭൂമിയുടെ ഉത്തരധ്രുവവും ദക്ഷിണധ്രുവവും. ഇതൊന്ന് സങ്കല്പിച്ചു നോക്കൂ. നിങ്ങളവിടെ തനിച്ചാണ്. ആ വെളുത്ത പ്രപഞ്ചത്തിൽ നിങ്ങൾ വളരെ ചെറുതാണ്. ആ തണുത്തുറഞ്ഞ പ്രദേശത്ത് നിങ്ങളുടെ കഴിവും നിശ്ചയദാർഢ്യവുമല്ലാതെ മറ്റൊന്നും നിങ്ങളെ നയിക്കാനില്ല. ആ ലോകത്ത് GPS സാറ്റലൈറ്റ് ഫോണോ ഉണ്ടായിരുന്നില്ല. നമ്മൾ എന്നോ മറന്നുപോയ അറിവുകളെ ആശ്രയിച്ചായിരുന്നു അവരുടെ അതിജീവനം. നമ്മുടെ ഈ കഥയുടെ നായകൻ റോൾഡ് ആമുണ്ട്സനാണ്. ധ്രുവപ്രദേശ പര്യവേക്ഷണത്തിൻ്റെ സുവർണ കാലഘട്ടത്തിൻ്റെ പര്യായമായി മാറിയ ഒരു പേര്. ലോകത്തിൻ്റെ ഏറ്റവും താഴെയും ഏറ്റവും മുകളിലും ആദ്യമായി കാലുകുത്തുന്ന മനുഷ്യനാവുക എന്ന ഒറ്റ ലക്ഷ്യമായിരുന്നു അദ്ദേഹത്തെ നയിച്ചത്. പക്ഷെ തൻ്റെ ആ മോഹങ്ങളിൽ അവൻ തനിച്ചായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആ യാത്ര ആ കാലഘട്ടത്തിലെ ഏറ്റവും വലുതും ദുരന്തപൂർണവുമായ മത്സരങ്ങളിലൊന്നായി മാറിക്കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് നമുക്കൊരുമിച്ച് അദ്ദേഹത്തിൻ്റെ ആ യാത്രയിൽ ഇന്ന് രാത്രി പങ്കുചേരാം. ഭൂപടത്തിൻ്റെ അറ്റത്തേക്ക്, അവിശ്വസനീയമായ ആസൂത്രണത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും കഥയ്ക്ക് സാക്ഷി വഹിക്കാൻ. ഒരു മിനിറ്റ് സുഹൃത്തുക്കളെ, കഥ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം. നിങ്ങൾ ഈ രാത്രി യാത്രകൾ ശരിക്കും ആസ്വദിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സ്ലംബർ സാഗ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ എവിടെ നിന്നാണ് ഇത് കേൾക്കുന്നത്, ഇപ്പോൾ അവിടെ എത്ര സമയമായി എന്നതിനെക്കുറിച്ച് ഒരു കമൻ്റ് ഇടുക. കാരണം ആരൊക്കെ എവിടെ നിന്നൊക്കെയാണ് ഈ കഥ കേൾക്കുന്നതെന്ന് എനിക്ക് അറിയാൻ താൽപ്പര്യമുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ബെഡ്റൂം ലൈറ്റുകൾ ഡിം ചെയ്യുക. നല്ലൊരു പശ്ചാത്തല ശബ്ദത്തിനായി ആ ഫാൻ ഓൺ ചെയ്യുക. ഇന്ന് രാത്രിയിലെ ഈ യാത്രയിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. നമ്മുടെ കഥ തുടങ്ങുന്നത് നോർവേയിലെ ബോർഗെ എന്നൊരു ചെറിയ പട്ടണത്തിലാണ്. 1872 ഒരു ജൂലൈ മാസം ഒരു കപ്പലുടമയുടെയും ക്യാപ്റ്റൻ്റെയും 4ാമത്തെ മകനായി റോൾഡ് ആമുണ്ട്സൻ ജനിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സിരകളിലോടുന്നത് വൈക്കിങ്ങുകളുടെ രക്തമാണ്. നൂറ്റാണ്ടുകളായി കടലിനെ മെരുക്കി ജീവിച്ച ഒരു പാരമ്പര്യം. ആമുണ്ട്സൻ്റെ അച്ഛനും 3 സഹോദരന്മാരുമെല്ലാം കടലുമായി ബന്ധപ്പെട്ടാണ് ജീവിക്കുന്നത്. അവരുടെ ലോകം കപ്പലുകളാണ്, ചരക്കുകളാണ്, തുറമുഖങ്ങളാണ്, ദൂരയാത്രകളാണ്. കടൽക്കാറ്റിൻ്റെ ഉപ്പുരസവും പുകക്കുഴലുകളുടെ മണവും മരപ്പലകകൾ വെള്ളത്തിൽ ഞെരിയുന്ന ശബ്ദവും കേട്ടാണ് അവൻ വളരുന്നത്. എന്നാൽ റോൾഡിൻ്റെ അമ്മയ്ക്ക് ഇതൊന്നും ഇഷ്ടമല്ല. തൻ്റെ 4ാമത്തെ മകനെയെങ്കിലും ഈ അപകടം പിടിച്ച കടൽ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് അവർ തീരുമാനിക്കുന്നു. അവൻ പഠിച്ച് ഒരു ഡോക്ടറാകണം. സമൂഹത്തിൽ ബഹുമാനിക്കപ്പെടുന്ന സുരക്ഷിതമായ ഒരു ജോലി. അമ്മയുടെ വാക്കിന് എതിർവാക്കില്ല. അതുകൊണ്ട് മാത്രം പുസ്തകങ്ങളെക്കാൾ ഭൂപടങ്ങളെ സ്നേഹിച്ച ആ കുട്ടി ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയാകാൻ തയ്യാറെടുക്കുന്നു. പക്ഷേ അവൻ്റെ മനസ്സ് ക്ലാസ് മുറികളിലായിരുന്നില്ല. അത് ദൂരെ ആർട്ടിക് മഞ്ഞുപാളികൾക്കിടയിൽ വഴിതെറ്റിപ്പോയ ഏതോ ഒരു കപ്പലിനെക്കുറിച്ചുള്ള ചിന്തകളിലായിരുന്നു. ചെറുപ്പത്തിൽ അവൻ 2 വീരനായകന്മാരെ മനസ്സിൽ പ്രതിഷ്ഠിക്കുന്നു. ഒന്ന് സർ ജോൺ ഫ്രാങ്ക്ലിൻ. വടക്കു പടിഞ്ഞാറൻ കടൽപാത കണ്ടെത്താൻ ശ്രമിക്കുന്നതിനിടയിൽ തൻ്റെ 2 കപ്പലുകളോടും 128 സഹയാത്രികരോടുമൊപ്പം മഞ്ഞിൽ അപ്രത്യക്ഷനായ ബ്രിട്ടീഷ് പര്യവേക്ഷകൻ. അദ്ദേഹത്തിൻ്റെ ദുരന്തകഥ റോൾഡിനെ ഭയപ്പെടുത്തുന്നില്ല, പകരം ആവേശഭരിതനാക്കുന്നു. അറിയാത്ത ലോകത്തേക്കുള്ള ആ യാത്രയുടെ ത്രില്ല് അവനെ ഭ്രാന്ത് പിടിപ്പിക്കുന്നു. 2ാമത്തെയാൾ നോർവീജിയൻ ഹീറോയായ ഫ്രിഡ്ജോഫ് നാൻസനാണ്. ഗ്രീൻലാൻഡിൻ്റെ മഞ്ഞുപാളികൾക്ക് കുറുകെ ആദ്യമായി കാൽനടയായി യാത്ര ചെയ്ത സാഹസികൻ. നാൻസന്റെ യാത്രയെക്കുറിച്ചുള്ള പത്രവാർത്തകൾ അവൻ ആവേശത്തോടെ വായിക്കുന്നു. ഓരോ വരിയും അവൻ്റെ സ്വപ്നങ്ങൾക്ക് വളമാകുന്നു. ഇതൊക്കെ നടക്കുമ്പോഴും വീട്ടിലവൻ നല്ല കുട്ടിയാണ്. മെഡിസിൻ പഠിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. പക്ഷേ ആരും കാണാതെ അവൻ സ്വന്തം ശരീരത്തെ
ഒരു പരീക്ഷണശാലയാക്കി മാറ്റുന്നു. വരാനിരിക്കുന്ന വലിയ യാത്രകൾക്കായി സ്വയം പാകപ്പെടുത്തുകയാണ്. നോർവേയിലെ എല്ലു തുളയ്ക്കുന്ന തണുപ്പുള്ള രാത്രികളിൽ അവൻ തൻ്റെ മുറിയുടെ ജനൽ തുറന്നിട്ട് ഉറങ്ങുന്നു. തണുപ്പിനെ അതിജീവിക്കാൻ ശരീരത്തെ പഠിപ്പിക്കുകയാണ്. കൂട്ടുകാരുമായി നീണ്ട സ്കീയിങ് യാത്രകൾക്ക് പോകുന്നു. അത് വെറുമൊരു വിനോദമായിരുന്നില്ല. കിലോമീറ്ററുകളോളം മഞ്ഞിലൂടെ തളരാതെ സഞ്ചരിക്കാനുള്ള പരിശീലനമായിരുന്നു. ഫുട്ബോളും മറ്റു കായിക വിനോദങ്ങളും അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്നു. പുറമേ നിന്ന് നോക്കുന്നവർക്ക് ഇതൊരു ചെറുപ്പക്കാരൻ്റെ സാധാരണ ഹോബികൾ. പക്ഷേ റോൾഡിൻ്റെ മനസ്സിൽ ഇതൊക്കെ തൻ്റെ മഹത്തായ ലക്ഷ്യത്തിലേക്കുള്ള ചവിട്ടുപടികളായിരുന്നു. അവൻ്റെ ശരീരം ഒരു യന്ത്രം പോലെ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. തണുപ്പും വിശപ്പും ക്ഷീണവും അവനെ ബാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് അവൻ സ്വയം രൂപപ്പെടുത്തുകയാണ്. റോൾഡ് ആമുണ്ട്സിൻ്റെ 21ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വാധീനവും അതേസമയം ഏറ്റവും വലിയ തടസ്സവും ഇല്ലാതാകുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മ മരണപ്പെടുന്നു. അത് തീർച്ചയായും ഒരു ദുഃഖകരമായ സംഭവമായിരുന്നു. പക്ഷേ റോൾഡിനെ സംബന്ധിച്ചിടത്തോളം അതൊരു മോചനവും കൂടിയായിരുന്നു. അമ്മയോട് കൊടുത്ത വാക്കിൻ്റെ പേരിൽ മാത്രമാണ് അദ്ദേഹം മെഡിക്കൽ പുസ്തകങ്ങൾക്ക് മുന്നിലിരുന്നത്. അമ്മ പോയതോടെ ആ വാക്കിന് പ്രസക്തിയില്ലാതായി. ഒരു നിമിഷം പോലും വൈകാതെ റോൾഡ് ആമുണ്ട്സൺ യൂണിവേഴ്സിറ്റിയിലെ തൻ്റെ പഠനം ഉപേക്ഷിച്ച് പുറത്തിറങ്ങുന്നു. ഡോക്ടറാകാനുള്ള കോട്ട് ഊരിവെച്ച് തൻ്റെ യഥാർത്ഥ സ്വപ്നമായ കടലിൻ്റെ ലോകത്തേക്ക് അവൻ തിരിച്ചു വരുന്നു. പക്ഷേ അവനറിയാമായിരുന്നു, വെറുതെ ഒരു സ്വപ്നം കണ്ടിരുന്നാൽ മാത്രം പോരാ. ഒരു പര്യവേഷണ സംഘത്തെ നയിക്കണമെങ്കിൽ അതിന് യോഗ്യത വേണം, അനുഭവ പരിചയം വേണം. കപ്പലിൻ്റെ മുകൾ തട്ടിൽ നിന്ന് ആജ്ഞകൾ കൊടുക്കുന്ന ക്യാപ്റ്റനാകുന്നതിന് മുൻപ് ഏറ്റവും താഴെ തട്ടിലുള്ള ജോലികൾ ചെയ്ത് പഠിക്കണം. അവൻ നേരിപ്പോകുന്നത് ആർട്ടിക് സമുദ്രത്തിലേക്ക് സീലുകളെ വേട്ടയാടാൻ പോകുന്ന കപ്പലുകളിലേക്കാണ്. സാധാരണ ഒരു നാവികനായി ജോലിക്ക് ചേരുന്നു. അടുത്ത കുറച്ചു വർഷങ്ങൾ അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ പരിശീലന കാലമായിരുന്നു. പുസ്തകങ്ങളിൽ നിന്നല്ല, ജീവിതത്തിൽ നിന്ന് നേരിട്ട് പഠിക്കുകയായിരുന്നു അവൻ. ഒരു സീലിംഗ് കപ്പലിലെ ജീവിതം എത്രത്തോളം ഭീകരമാണെന്ന് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. എപ്പോഴും രക്തത്തിൻ്റെയും കൊഴുപ്പിൻ്റെയും മനം മടുപ്പിക്കുന്ന ഗന്ധം. ഐസ് പാളികളിൽ തട്ടി ഏതു നിമിഷവും തകരാവുന്ന കപ്പൽ. എല്ലു തുളയ്ക്കുന്ന തണുപ്പിൽ മണിക്കൂറുകളോളം ജോലി ചെയ്യണം. സീലുകളെ വേട്ടയാടുക, അവയുടെ തോലുരിക്കുക, കൊഴുപ്പ് വേർതിരിക്കുക, ഇതെല്ലാം അവൻ ചെയ്തു. ഈ അനുഭവങ്ങൾ അവനെ ശാരീരികമായി മാത്രമല്ല, മാനസികമായും ഉരുക്കുപോലെ ഉറപ്പുള്ളവനാക്കി. മഞ്ഞും തണുപ്പും നിറഞ്ഞ ആ ലോകത്ത് എങ്ങനെ അതിജീവിക്കണമെന്ന് അവൻ പഠിച്ചു. അപകടങ്ങളെ എങ്ങനെ മുൻകൂട്ടി കാണാമെന്നും ഏറ്റവും മോശം സാഹചര്യങ്ങളെ എങ്ങനെ നേരിടാമെന്നും അവൻ മനസ്സിലാക്കി. ചില ചരിത്രകാരന്മാർ പലപ്പോഴും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. അക്കാലത്തെ ബ്രിട്ടീഷ് പര്യവേക്ഷകരിൽ ഭൂരിഭാഗവും നേവിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥരായിരുന്നു. അവർക്ക് കപ്പൽ നിയന്ത്രിക്കാൻ അറിയാമായിരുന്നു. പക്ഷേ അതിൽ സാധാരണക്കാരുടെ ബുദ്ധിമുട്ടുകളോ അതിജീവനത്തിൻ്റെ പ്രായോഗിക പാഠങ്ങളോ അത്രയധികം വശമുണ്ടായിരുന്നില്ല. എന്നാൽ ആമുണ്ട്സൺ ഒരു സാധാരണ നാവികനായി തുടങ്ങി. ആ അനുഭവമാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ടായത്. ഈ ജോലികൾക്കിടയിലും അവൻ തൻ്റെ പഠനം തുടരുന്നുണ്ടായിരുന്നു. ഒഴിവു സമയങ്ങളിൽ നാവിഗേഷനെക്കുറിച്ചും കപ്പൽ നിയന്ത്രണത്തെക്കുറിച്ചുമുള്ള പുസ്തകങ്ങൾ വായിച്ചു. ഒടുവിൽ 1895 തൻ്റെ 23ാം വയസ്സിൽ അവൻ മേറ്റ് സർട്ടിഫിക്കറ്റ് നേടുന്നു. അതായത് ഒരു കപ്പലിലെ ക്യാപ്റ്റൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാകാനുള്ള യോഗ്യത. ഇനി അവനൊരു സാധാരണ ജോലിക്കാരനല്ല, ഒരു കപ്പലിനെ നിയന്ത്രിക്കാനും വഴികാണിക്കാനും കഴിവുള്ളൊരു നാവികനാണ്. ഇപ്പോൾ റോൾഡ് ആമുണ്ട്സന്റെ ചിത്രം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. വൈക്കിങ്ങുകളുടെ പാരമ്പര്യം, കുട്ടിക്കാലം മുതലുള്ള ശാരീരിക പരിശീലനം, കഠിനമായ സാഹചര്യങ്ങളിലുള്ള അനുഭവ പരിചയം, കപ്പൽ നിയന്ത്രിക്കാനുള്ള ഔദ്യോഗിക യോഗ്യത എല്ലാം ഒത്തുവരുന്നു. അവനൊരു അവസരത്തിനായി കാത്തിരിക്കുകയാണ്. വെറുമൊരു കച്ചവട കപ്പലിലെ ജോലിയല്ല, ശാസ്ത്രീയമായ സാഹസികമായ ഒരു പര്യവേക്ഷണത്തിൻ്റെ ഭാഗമാകണം. തൻ്റെ ആരാധനാപാത്രങ്ങളായ ഫ്രാങ്ക്ലിൻ്റെയും നാൻസൻ്റെയും പാത പിന്തുടരാനുള്ളൊരവസരം. ആ കാത്തിരിപ്പ് അധികം നീണ്ടുനിന്നില്ല. ഒരു ദിവസം പത്രത്തിലൊരു വാർത്ത അവൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നു. ബെൽജിയൻ പര്യവേക്ഷകനായ ആഡ്രിയൻ ഡി ഗെർലാഷിയുടെ നേതൃത്വത്തിൽ ഒരു സംഘം അന്റാർട്ടിക്കയിലേക്ക് പോകുന്നു. ബെൽജിക്ക എന്നായിരുന്നു ആ കപ്പലിൻ്റെ പേര്.
അവരുടെ ലക്ഷ്യം മനുഷ്യന്റെ കാൽപ്പാടുകൾ അധികം പതിഞ്ഞിട്ടില്ലാത്ത ലോകത്തിന്റെ തെക്കേ അറ്റത്തുള്ള ആ മഞ്ഞു ഭൂഖണ്ഡത്തെക്കുറിച്ച് പഠിക്കുക എന്നതായിരുന്നു. ആമുണ്ട്സൻ ഒരു നിമിഷം പോലും ചിന്തിച്ചില്ല. ഇത് തനിക്കുള്ള അവസരമാണ്. അവൻ ഉടൻ തന്നെ ആ സംഘത്തിൽ ചേരാനുള്ള അപേക്ഷ അയച്ചു. ആ കപ്പലിലേക്കുള്ള ടിക്കറ്റ് അവന്റെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന ഒരു യാത്രയുടെ തുടക്കമായിരുന്നു. അന്റാർട്ടിക്കയുടെ മരവിപ്പിക്കുന്ന തണുപ്പിലേക്ക്, മരണത്തെ മുഖാമുഖം കാണുന്ന അനുഭവങ്ങളിലേക്ക്. റൂൾഡ് ആമുണ്ട്സിന്റെ അപേക്ഷ സ്വീകരിക്കപ്പെടുന്നു. അങ്ങനെ 1897 തൻ്റെ 25-ാം വയസ്സിൽ അദ്ദേഹം ബെൽജിക്ക എന്ന കപ്പലിൽ ഫസ്റ്റ് മേറ്റായി. അതായത് ക്യാപ്റ്റൻ കഴിഞ്ഞാൽ ഏറ്റവും ഉത്തരവാദിത്തമുള്ള സ്ഥാനത്ത് യാത്ര തിരിക്കുന്നു. അതൊരു സാധാരണ കപ്പലായിരുന്നില്ല. പല രാജ്യങ്ങളിൽ നിന്നുള്ള ശാസ്ത്രജ്ഞന്മാരും നാവികരും ചേർന്ന് ഒരു സംഘമായിരുന്നു അത്. ബെൽജിയം, പോളണ്ട്, റൊമാനിയ, അമേരിക്ക, പിന്നെ നോർവേയിൽ നിന്ന് ആമുണ്ട്സെന്നും. പല ഭാഷകൾ, പല സംസ്കാരങ്ങൾ, പല സ്വഭാവങ്ങൾ. തുടക്കത്തിൽ അതൊരു വലിയ കാര്യമായി തോന്നി. ലോകമൊരുമിച്ച് അറിവിൻ്റെ പുതിയ തീരങ്ങൾ തേടുന്നതുപോലെ. കപ്പലിൻ്റെ ക്യാപ്റ്റനും പര്യവേക്ഷണത്തിൻ്റെ നേതാവുമായ ആഡ്രിയൻ ഡി ഗെർലാഷെ വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു. അന്റാർട്ടിക്കയുടെ തീരങ്ങളിൽ പര്യവേക്ഷണം നടത്തുക, മാപ്പുകൾ തയ്യാറാക്കുക, പുതിയ ജീവിവർഗങ്ങളെ കണ്ടെത്തുക, ഇതൊക്കെയായിരുന്നു അവരുടെ ലക്ഷ്യങ്ങൾ. യാത്രയുടെ ആദ്യ നാളുകൾ ഏറെ ആവേശഭരിതമായിരുന്നു. പിന്നീട് തെക്കേ അറ്റത്തേക്ക് അടുക്കുംതോറും കാലാവസ്ഥ മാറുന്നത് അവർ കണ്ടു. ആകാശത്തു പറക്കുന്ന പക്ഷികൾക്ക് മാറ്റം വരുന്നു. വെള്ളത്തിൽ ഭീമാകാരമായ തിമിംഗലങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. പിന്നെ ദൂരെ ചക്രവാളത്തിൽ ആദ്യത്തെ മഞ്ഞുമല കാണുന്ന ആ നിമിഷം, അതത്രയും അത്ഭുതകരമായിരുന്നു. സൂര്യരശ്മി തട്ടി വെട്ടിത്തിളങ്ങുന്ന ഒരു വെളുത്ത പർവ്വതം പോലെ അത് വെള്ളത്തിൽ ഒഴുകി നടക്കുന്നു. കപ്പലിലുണ്ടായിരുന്ന പലർക്കും അതൊരു പുതിയ കാഴ്ചയായിരുന്നു. അവരാവേശത്തോടെ ഡെക്കിൽ നിന്ന് ആ കാഴ്ച കണ്ടു. റൂൾഡ് ആമുണ്ട്സൻ ഒന്നും മിണ്ടാതെ ഇതെല്ലാം നിരീക്ഷിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുഖത്ത് ആവേശത്തേക്കാളുപരി ഒരു തരം ഗൗരവമായിരുന്നു. കാരണം മഞ്ഞിൻ്റെ സൗന്ദര്യത്തിനപ്പുറം അതിലടങ്ങിയിരിക്കുന്ന അപകടത്തെക്കുറിച്ച് അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. ആർട്ടിക് കടലിലെ സീലിംഗ് കപ്പലുകളിൽ ജോലി ചെയ്ത അനുഭവം അദ്ദേഹത്തെ പഠിപ്പിച്ച പാഠമായിരുന്നു അത്. അങ്ങനെ അവർ അന്റാർട്ടിക്കൻ ഉപദ്വീപിന്റെ തീരത്തെത്തുന്നു. അവിടെ അവർ പല സ്ഥലങ്ങളിലും കപ്പലിറങ്ങി സാമ്പിളുകൾ ശേഖരിക്കുകയും നിരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്യുന്നു. എന്നാൽ സമയം അതിവേഗം മുന്നോട്ടു പോകുകയായിരുന്നു. അന്റാർട്ടിക്കയിലെ വേനൽക്കാലം അവസാനിക്കാറായി. അതായത് ശൈത്യകാലം വരികയാണ്. ശൈത്യകാലം എന്നാൽ സൂര്യൻ അപ്രത്യക്ഷനാകുന്ന, കടൽ മുഴുവൻ ഉറഞ്ഞു പോകുന്ന, താപനില -30-40 ഡിഗ്രിയിലേക്ക് താഴുന്ന ഭീകരമായ അവസ്ഥയാണ്. പരിചയസമ്പന്നരായ നാവികർക്കറിയാം ആ സമയമാകുമ്പോഴേക്കും അന്റാർട്ടിക്കൻ വെള്ളത്തിൽ നിന്ന് പുറത്തു കടക്കണമെന്ന്, അല്ലെങ്കിൽ കപ്പൽ മഞ്ഞിൽ കുടുങ്ങിപ്പോകും. പക്ഷേ ഡി ഗെർലാഷെ ഒരു തീരുമാനമെടുക്കുന്നു. കുറച്ചുകൂടി തെക്കോട്ട് പോകാൻ അദ്ദേഹം തീരുമാനിക്കുന്നു. പുതിയൊരു കണ്ടെത്തലിനുള്ള അടങ്ങാത്ത ആഗ്രഹമായിരുന്നു അദ്ദേഹത്തെ അതിന് നയിച്ചത്. ചിലർ ഈ തീരുമാനത്തെ എതിർത്തു. പക്ഷേ ക്യാപ്റ്റന്റെ തീരുമാനമാണ് അന്തിമം. ശേഷം ബെൽജിക്ക വീണ്ടും തെക്കോട്ട് നീങ്ങുന്നു. ദിവസങ്ങൾ കഴിയുന്തോറും കടലിലെ മഞ്ഞുകട്ടകളുടെ എണ്ണം കൂടിക്കൂടി വന്നു. ആദ്യം ചെറിയ കട്ടകളായിരുന്നു, പിന്നെ അവ കൂടിച്ചേർന്ന് വലിയ പാളികളായി. കപ്പലിന് മുന്നോട്ടു പോകാൻ പ്രയാസമായി തുടങ്ങി. ഒടുവിൽ 1898 മാർച്ച് മാസത്തിലെ ഒരു ദിവസം ആ സംഭവം നടന്നു. കപ്പലിന് ചുറ്റുമുള്ള കടൽ പൂർണ്ണമായും ഉറഞ്ഞുപോയി. മുന്നോട്ടും പോകാൻ വയ്യ, പിന്നോട്ടും പോകാൻ വയ്യ. ബെൽജിക്ക എന്ന ആ മരക്കപ്പൽ ഒരു ബദാം കഷ്ണം ചോക്ലേറ്റിൽ ഉറച്ചുപോയതുപോലെ ചലനമറ്റ് നിന്നു. അവർ ആ മഞ്ഞിൻ്റെ തടവറയിൽ അകപ്പെട്ടിരിക്കുന്നു. ആദ്യത്തെ കുറച്ച് ദിവസം അവർക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. ഒരുപക്ഷെ കാറ്റടിച്ചാൽ മഞ്ഞുപാളികൾ നീങ്ങി ഒരു വഴി തുറന്നു കിട്ടുമായിരിക്കും. പക്ഷേ ദിവസങ്ങൾ ആഴ്ചകളായി മാറി, ഒന്നും സംഭവിച്ചില്ല. തണുപ്പ് കൂടിക്കൊണ്ടേയിരുന്നു. പിന്നെ ആ വലിയ സത്യം അവർ തിരിച്ചറിഞ്ഞു. അടുത്ത വേനൽക്കാലം വരാതെ, അതായത് മാസങ്ങൾ കഴിയാതെ അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാനാവില്ല. ചരിത്രത്തിൽ ആദ്യമായി ഒരു പര്യവേഷണ സംഘം അന്റാർട്ടിക്കൻ ശൈത്യകാലത്ത് മഞ്ഞിൽ കുടുങ്ങാൻ പോകുന്നു. അവർ അതിന് തയ്യാറെടുത്തിരുന്നില്ല. അതിനാവശ്യത്തിനുള്ള ശീതകാല വസ്ത്രങ്ങളോ പ്രത്യേക ഭക്ഷണങ്ങളോ മാനസികമായ തയ്യാറെടുപ്പോ ഒന്നും അവർക്കുണ്ടായിരുന്നില്ല. ആ കപ്പൽ അവരുടെ ലോകമായി ചുരുങ്ങി. പുറത്ത് കണ്ണെത്താ ദൂരത്തോളം
അനന്തമായി പരന്നു കിടക്കുന്ന മഞ്ഞുപാളി മാത്രം. ആ മഞ്ഞുപാളി അവരുടെ തടവറ മാത്രമല്ല, നാളെ ശവപ്പറമ്പായി മാറിയേക്കാമെന്ന് അപ്പോഴവർക്കറിയില്ലായിരുന്നു. മരണത്തിൻ്റെ മണിമുഴക്കം അവർ കേട്ടു തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. മാസങ്ങൾ കടന്നു പോകുന്നു. സൂര്യൻ പൂർണ്ണമായും അപ്രത്യക്ഷനായി. 70 ദിവസം നീണ്ടുനിന്ന രാത്രി. ആ കപ്പലിനുള്ളിലെ ജീവിതം ഒരു പേടി സ്വപ്നം പോലെയായി. താപനില -43 ഡിഗ്രി വരെ താഴ്ന്നു. കപ്പലിൻ്റെ ഉൾവശത്തെ ഭിത്തികളിൽ ഐസ് പിടിക്കാൻ തുടങ്ങി. ഓരോരുത്തരുടെയും ശ്വാസം പോലും തണുത്തുറങ്ങിൽ ചെറിയ ഐസ് ക്രിസ്റ്റലുകളായി താഴെ വീണു. കപ്പലിലെ ഭക്ഷണം തീർന്നു തുടങ്ങി. കപ്പലിലുണ്ടായിരുന്നത് ടിന്നിലടച്ച ഭക്ഷണമായിരുന്നു. അതിൽ വിറ്റാമിൻ സിയുടെ അംശം വളരെ കുറവായിരുന്നു. അവർക്ക് സ്കർവി എന്ന ഭീകരമായ അസുഖം പടർന്നു പിടിക്കാൻ തുടങ്ങി. മോണകൾ വീർത്ത് രക്തം വന്നു. പല്ലുകൾ ഇളകാൻ തുടങ്ങി. സന്ധികളിൽ അസഹനീയമായ വേദന. ശരീരമാകെ തളർന്നുപോയി. അത് മെല്ലെ മെല്ലെ മരണത്തിലേക്ക് നയിക്കും. ആളുകളുടെ മാനസിക നില ആകെ തകർന്നു. ചിലർ മണിക്കൂറുകളോളം ഒന്നും മിണ്ടാതെ ഒരേ സ്ഥലത്തിരുന്നു. മറ്റു ചിലർ എപ്പോഴും ദേഷ്യപ്പെട്ടു. ആ കപ്പലിൽ ഒരു പൂച്ച ഉണ്ടായിരുന്നു. നാൻസൻ എന്നായിരുന്നു അതിൻ്റെ പേര്. അതിനെ എല്ലാവർക്കും വലിയ ഇഷ്ടമായിരുന്നു. ഒരു ദിവസം ഒരു നാവികൻ അതിനെ പിടിച്ചു കൊന്നു. എന്തിനാണെന്ന് ആർക്കും മനസ്സിലായില്ല. മാനസിക നില തെറ്റിയാൽ മനുഷ്യർ എന്തൊക്കെ ചെയ്യുമെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. കപ്പലിലെ ഒരു നോർവീജിയൻ നാവികൻ ശാരീരികമായും മാനസികമായും തളർന്ന് മരണത്തിന് കീഴടങ്ങി. അവൻ്റെ മൃതദേഹം മഞ്ഞിലൊരു കുഴിയെടുത്ത് അടക്കം ചെയ്യുമ്പോൾ അടുത്തത് താനായിരിക്കുമോ എന്ന ഭയം എല്ലാവരുടെയും കണ്ണുകളിലുണ്ടായിരുന്നു. കപ്പലിൻ്റെ ക്യാപ്റ്റൻ ഡി ഗെർലാഷെ പോലും സ്കർവി ബാധിച്ച് തൻ്റെ ക്യാബിനിൽ അവശനായി കിടപ്പിലായി. നായകനില്ലാത്ത കപ്പൽ പോലെയായി ബെൽജിക്ക. ഈയൊരു സാഹചര്യത്തിലാണ് 25-കാരനായ റോൾഡ് ആമുണ്ട്സനും കപ്പലിലെ അമേരിക്കൻ ഡോക്ടറായ ഫ്രെഡറിക് കുക്കും മുന്നോട്ട് വരുന്നത്. മറ്റുള്ളവരെല്ലാം പ്രതീക്ഷയാറ്റ് മരണത്തെ കാത്തിരിക്കുമ്പോൾ അവർ രണ്ടുപേരും ഈ അവസ്ഥയെ എങ്ങനെ മറികടക്കാമെന്ന് ചിന്തിക്കാൻ തുടങ്ങി. അവർ ഇരുവരും വെറുതെ ഇരുന്നില്ല. ആമുണ്ട്സൻ തൻ്റെ ആർട്ടിക് അനുഭവങ്ങൾ ഓർത്തെടുത്തു. അവിടുത്തെ വേട്ടക്കാർ എങ്ങനെയാണ് അതിജീവിച്ചതെന്നാലോചിച്ചു. അവർ കടലിൽ നിന്ന് കിട്ടുന്നതെന്തും കഴിക്കും. അവരുടെ ഭക്ഷണത്തിൽ ഫ്രഷായ മാംസം എപ്പോഴും ഉണ്ടാകും. അതാണ് സ്കർവിയെ തടയാനുള്ള ഏറ്റവും നല്ല മരുന്ന്. ആമുണ്ട്സനും കുക്കും ചേർന്ന് ഒരു പ്ലാൻ ഉണ്ടാക്കി. അവർ കപ്പലിൽ നിന്ന് പുറത്തിറങ്ങി വേട്ടയാടാൻ തീരുമാനിച്ചു. അവർ പെൻഗ്വിനുകളെയും സീലുകളെയും വേട്ടയാടി പിടിച്ചു. എന്നിട്ട് കപ്പലിലുള്ളവരോട് അതിൻ്റെ മാംസം കഴിക്കാൻ പറഞ്ഞു. തുടക്കത്തിൽ പലരും വിസമ്മതിച്ചു. പെൻഗ്വിൻ്റെ മാംസത്തിന് ഭയങ്കരമായൊരു കരിയോയിലിൻ്റെ രുചിയാണ്. അത് കഴിക്കാൻ ആർക്കും തോന്നിയില്ല. പക്ഷേ ആമുണ്ട്സൻ അവരെ നിർബന്ധിച്ചു. ഇത് ജീവൻ നിലനിർത്താനുള്ള മരുന്നാണെന്ന് പറഞ്ഞു. പച്ചമാംസം കഴിക്കാൻ മടിച്ചവർക്കായി ഡോക്ടർ കുക്ക് അത് ചെറുതായി വേവിച്ചു കൊടുത്തു. പതിയെ പതിയെ ഈ പുതിയ ഭക്ഷണം കഴിച്ചു തുടങ്ങിയവരുടെ ആരോഗ്യം മെച്ചപ്പെടാൻ തുടങ്ങി. സ്കർവിയുടെ ലക്ഷണങ്ങൾ കുറഞ്ഞു വന്നു. ആളുകൾക്ക് എഴുന്നേറ്റ് നടക്കാനുള്ള ഊർജം തിരിച്ചുകിട്ടി. മാത്രമല്ല, ആമുണ്ട്സൻ വേറൊരു കാര്യം കൂടി ചെയ്തു. ആളുകളെ വെറുതെ ഇരിക്കാൻ സമ്മതിച്ചില്ല. മടി പിടിച്ചിരിക്കുന്നത് ശരീരത്തെ മാത്രമല്ല മനസ്സിനെയും തളർത്തുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അദ്ദേഹം അവർക്ക് ചെറിയ ചെറിയ ജോലികൾ കൊടുത്തു. കപ്പലിലെ മഞ്ഞു നീക്കം ചെയ്യുക, ഉപകരണങ്ങൾ വൃത്തിയാക്കുക, ചെറിയ കളികളിൽ ഏർപ്പെടുക. ഇങ്ങനെ എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ശ്രദ്ധ ഭയത്തിൽ നിന്ന് മാറി. ആ ഇരുണ്ട മാസങ്ങളിൽ ആമുണ്ട്സൻ്റെയും കുപ്പിൻ്റെയും നേതൃത്വം ആ കപ്പലിലുള്ളവരുടെ ജീവൻ രക്ഷിച്ചു. അതൊരു പാഠമായിരുന്നു. പ്രതിസന്ധികൾ വരുമ്പോൾ തളർന്നിരിക്കുകയല്ല, അതിനെ അതിജീവിക്കാൻ പുതിയ വഴികൾ കണ്ടെത്തുകയാണ് വേണ്ടത് എന്ന പാഠം. ആ അന്റാർട്ടിക്കൻ രാത്രിയിൽ ബെൽജിയ എന്ന മഞ്ഞു തടവറയിൽ വെച്ച് റോൾഡ് ആമുണ്ട്സൻ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട പാഠങ്ങൾ പഠിക്കുകയായിരുന്നു. ഇത് വെറുമൊരു തുടക്കം മാത്രമായിരുന്നു. ബെൽജിക്ക എന്ന മഞ്ഞു തടവറയിൽ നിന്ന് 1 വർഷത്തിലേറെ കഴിഞ്ഞ് രക്ഷപ്പെട്ട റോൾഡ് ആമുണ്ട്സൻ യൂറോപ്പിൽ തിരിച്ചെത്തുന്നത് ഒരു പുതിയ മനുഷ്യനായാണ്. ശാരീരികമായി ക്ഷീണിച്ചിരുന്നെങ്കിലും മാനസികമായി അദ്ദേഹം ഒരുപാട് വളർന്നിരുന്നു. അന്റാർട്ടിക്കയിലെ ആ ഭീകരമായ ശൈത്യകാലം അദ്ദേഹത്തെ ഒരു കാര്യം പഠിപ്പിച്ചു. യൂറോപ്യൻ സാങ്കേതിക വിദ്യയ്ക്കും അഹങ്കാരത്തിനും അതിരുകളുണ്ട്. പ്രകൃതിയുടെ മുന്നിൽ മനുഷ്യൻ എത്ര നിസ്സാരനാണെന്നും അതിനെ അതിജീവിക്കണമെങ്കിൽ പ്രകൃതിയെ അറിഞ്ഞ് അതിൻ്റെ നിയമങ്ങളെ അനുസരിച്ച് ജീവിക്കണമെന്നും അദ്ദേഹം സ്വന്തം അനുഭവത്തിലൂടെ മനസ്സിലാക്കി.
മറ്റുള്ളവർ ആ യാത്രയെ ഒരു ദുരന്തമായി കണ്ടപ്പോൾ ആമുണ്ട്സൻ അതിനെ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠശാലയായി കണ്ടു. നോർവേയിൽ തിരിച്ചെത്തിയ അദ്ദേഹത്തിന് ചെറിയൊരു വീരപരിവേഷമൊക്കെയുണ്ട്. പക്ഷേ അതിലൊന്നും മതിമറന്നിരിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അടുത്ത ലക്ഷ്യം രൂപപ്പെട്ടു കഴിഞ്ഞിരുന്നു. അത് കുട്ടിക്കാലം മുതൽ അദ്ദേഹത്തെ മോഹിപ്പിച്ച ഒരു സ്വപ്നമായിരുന്നു: നോർത്ത് വെസ്റ്റ് പാസേജ് കണ്ടെത്തുക. എന്താണ് ഈ നോർത്ത് വെസ്റ്റ് പാസേജ്? കാനഡയുടെ വടക്കുള്ള ആർട്ടിക് ദ്വീപുകൾ വഴി, മഞ്ഞുമലകൾ നിറഞ്ഞ കടലിടുക്കുകൾ വഴി, അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്ന് പസഫിക് സമുദ്രത്തിലേക്കുള്ള ഒരു കുറുക്കുവഴിയാണിത്. നൂറ്റാണ്ടുകളായി യൂറോപ്പിലെ നാവികർ ഈ വഴിക്ക് വേണ്ടി തിരച്ചിൽ നടത്തുന്നു. ഒരുപാട് പേർ ആ പരിശ്രമത്തിനിടയിൽ ജീവൻ വെടിഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും പ്രശസ്തൻ ആമുണ്ട്സന്റെ ബാല്യകാല നായകനായ സർ ജോൺ ഫ്രാങ്ക്ലിൻ ആയിരുന്നു. ആ വഴി കണ്ടെത്താനുള്ള ശ്രമം ആമുണ്ട്സനെ സംബന്ധിച്ചിടത്തോളം വെറുമൊരു ഭൂമിശാസ്ത്രപരമായ നേട്ടമായിരുന്നില്ല, അതൊരു വ്യക്തിപരമായ തീർത്ഥാടനം കൂടിയായിരുന്നു. പക്ഷേ ആമുണ്ട്സന്റെ രീതി വ്യത്യസ്തമായിരുന്നു. ഫ്രാങ്ക്ലിനെ പോലെ വലിയ പടക്കപ്പലുകളിലും നൂറുകണക്കിന് ആളുകളുമായി പോകാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. ബെൽജിക്കയിലെ അനുഭവം അദ്ദേഹത്തെ പഠിപ്പിച്ചത് ചെറിയ സംഘമാണ് കൂടുതൽ നല്ലതെന്നാണ്. കുറച്ചാളുകൾ, കുറച്ചു സാധനങ്ങൾ, പക്ഷേ ഒരുപാട് അറിവ്. അറിവാണ് ഏറ്റവും വലിയ ആയുധമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. എവിടെ നിന്നാണ് ആ അറിവ് ലഭിക്കുക എന്ന് ചോദിച്ചാൽ ആർട്ടിക് പ്രദേശത്ത് ആയിരക്കണക്കിന് വർഷങ്ങളായി ജീവിക്കുന്ന മനുഷ്യരിൽ നിന്ന് തന്നെ. ഇന്യൂവീറ്റ് എന്ന് വിളിക്കപ്പെടുന്ന ആ ജനവിഭാഗം, അക്കാലത്തെ യൂറോപ്യന്മാർ അവരെ എസ്കിമോസ് എന്ന് വിളിച്ച് പുച്ഛത്തോടെയാണ് കണ്ടിരുന്നത്. എന്നാൽ ആമുണ്ട്സൻ അവരെ കണ്ടത് അതിജീവന കലയിൽ പ്രൊഫസർമാരായിട്ടാണ്. തണുപ്പിനെ എങ്ങനെ തോൽപ്പിക്കാം, മഞ്ഞിൽ എങ്ങനെ യാത്ര ചെയ്യാം, ഭക്ഷണം എങ്ങനെ കണ്ടെത്താം എന്നൊക്കെ അവരെക്കാൾ നന്നായി ആർക്കും അറിയില്ല. ഈ പുതിയ ചിന്താഗതിയോടെ ആമുണ്ട്സൻ തൻ്റെ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. അദ്ദേഹം വാങ്ങിയത് യോവ എന്നു പേരുള്ള ചെറിയൊരു മീൻപിടുത്ത ബോട്ടായിരുന്നു. വെറും 47 ടൺ മാത്രം ഭാരമുള്ള ഒരു കുഞ്ഞൻ കപ്പൽ. ഒരു വലിയ പര്യവേഷണത്തിന് പോകാൻ ആരും തിരഞ്ഞെടുക്കാത്ത ഒന്ന്. പക്ഷേ ആമുണ്ട്സന്റെ ലക്ഷ്യം അതായിരുന്നു. ചെറിയ കപ്പലിന് ആഴം കുറഞ്ഞ, മഞ്ഞു നിറഞ്ഞ ഇടുങ്ങിയ വഴികളിലൂടെ എളുപ്പത്തിൽ കടന്നുപോകാൻ കഴിയും. കൂടെ കൊണ്ടുപോകാനായി അദ്ദേഹം തിരഞ്ഞെടുത്തത് വെറും 6 പേരെയാണ്. എല്ലാവരും കഠിനാധ്വാനികളും വിശ്വസ്തരുമാണ്. വലിയൊരു സംഘത്തിലെ പടലപ്പിണക്കങ്ങളോ ആശയക്കുഴപ്പങ്ങളോ അവിടെ ഉണ്ടാവില്ല. 1903 ഓസ്ലോയിൽ നിന്ന് യോവ യാത്ര തിരിക്കുമ്പോൾ പലരും നെറ്റിചുളിച്ചു. ഈ ചെറിയ ബോട്ടും കൊണ്ട് ഇവർ ഇവിടെ പോകാനാണ്? ഇത് ആത്മഹത്യയ്ക്ക് തുല്യമല്ലേ എന്നിങ്ങനെ ചോദ്യങ്ങളായി. പക്ഷേ ആമുണ്ട്സന്റെ മനസ്സിൽ വ്യക്തമായൊരു പദ്ധതിയുണ്ടായിരുന്നു. അദ്ദേഹം വെറും ഒരു യാത്ര പോകുകയായിരുന്നില്ല. ആർട്ടിക് എന്ന വലിയ യൂണിവേഴ്സിറ്റിയിൽ അതിജീവനത്തെക്കുറിച്ച് പഠിക്കാൻ പോകുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കപ്പലിൽ ഭക്ഷണസാധനങ്ങളെക്കാൾ കൂടുതലുണ്ടായിരുന്നത് ഇന്യുവേറ്റുകളുമായി കച്ചവടം ചെയ്യാനുള്ള സാധനങ്ങളായിരുന്നു. സൂചികൾ, കത്തികൾ, ചെറിയ കണ്ണാടികൾ, അങ്ങനെ പലതും. കാരണം അദ്ദേഹത്തിന് അവരിൽ നിന്ന് സാധനങ്ങളല്ല വേണ്ടിയിരുന്നത്, അറിവായിരുന്നു. ആ അറിവ് പിൽക്കാലത്ത് അന്റാർട്ടിക്കയുടെ മഞ്ഞിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കുമെന്ന് അപ്പോൾ അദ്ദേഹം പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. യോവയുടെ ചെറിയ പായ്മരം ആർട്ടിക് കാറ്റിൽ വികസിക്കുമ്പോൾ അത് ചരിത്രത്തിൻ്റെ ഒരു പുതിയ അധ്യായം കുറിക്കുകയായിരുന്നു. അങ്ങനെ യോവ ആർട്ടിക് ദ്വീപസമൂഹങ്ങൾക്കിടയിലേക്ക് പ്രവേശിക്കുന്നു. യാത്ര അതീവ ദുഷ്കരമായിരുന്നു. ഭൂപടങ്ങളിൽ പൂർണ്ണമല്ലാത്ത വഴികൾ. എവിടെയാണ് മഞ്ഞുമല ഒളിഞ്ഞിരിക്കുന്നതെന്നോ എവിടെയാണ് കടലിന് ആഴം കുറവെന്നോ കൃത്യമായി പറയാൻ കഴിയില്ല. അങ്ങനെ ഒരു രാത്രിയിൽ കപ്പലിൽ തീപിടുത്തമുണ്ടായി. മരക്കപ്പലാണ്, ആളിപ്പടരാൻ അധികം സമയം വേണ്ട. ഭാഗ്യത്തിന് അവരത് പെട്ടെന്ന് കെടുത്തി. മറ്റൊരിക്കൽ ശക്തമായ കാറ്റിൽപ്പെട്ട് കപ്പൽ പാറക്കെട്ടുകളിൽ ഇടിച്ചു തകരാറാകേണ്ടതായിരുന്നു. പക്ഷേ ആമുണ്ട്സന്റെ സമയോചിതമായ ഇടപെടൽ അവരെ രക്ഷിച്ചു. ഈ യാത്രയിൽ അദ്ദേഹം വെറുമൊരു നേതാവായിരുന്നില്ല, കപ്പലിലെ എല്ലാ ജോലികളും ചെയ്യുന്ന ഒരാളായിരുന്നു. പാചകം ചെയ്യാനും ഡെക്ക് വൃത്തിയാക്കാനും തണുത്തുറഞ്ഞ പായ്ക്കയറുകൾ വലിച്ചുകെട്ടാനും അദ്ദേഹം മുന്നിലുണ്ടായിരുന്നു. നീണ്ട യാത്രയ്ക്കൊടുവിൽ അവർ കിങ് വില്യം ദ്വീപിലെ ഒരു ഉൾക്കടലിൽ എത്തിച്ചേർന്നു. ആ സ്ഥലം അവർക്ക് സുരക്ഷിതമായി തോന്നി. ശൈത്യകാലം അവിടെ തങ്ങാൻ അവർ തീരുമാനിച്ചു. ആ ഉൾക്കടലിന് അവർ യോവ ഹേവൻ എന്ന് പേരിട്ടു. അതൊരു സാധാരണ ശൈത്യകാലമായിരുന്നില്ല.
ആമുണ്ട്സന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 വർഷങ്ങളായിരുന്നു അത്. കാരണം അവിടെ വെച്ചാണ് അവർ നെറ്റ്സിലിക് എന്നു പേരുള്ള ഇനുവീറ്റ് വിഭാഗത്തെ കണ്ടുമുട്ടുന്നത്. ആമുണ്ട്സൻ അവരുമായി സൗഹൃദം സ്ഥാപിച്ചു. യൂറോപ്യന്മാരുടെ പതിവ് അഹങ്കാരമൊന്നും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. അദ്ദേഹം അവരുടെ ജീവിത രീതികൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയെപ്പോലെയായിരുന്നു. നെറ്റ്സിലിക്കുകൾക്ക് അതൊരു പുതിയ അനുഭവമായിരുന്നു. വെള്ളക്കാരായ ആളുകളെ അവർ മുൻപും കണ്ടിട്ടുണ്ട്. പക്ഷേ തങ്ങളോടൊപ്പം താമസിച്ച് തങ്ങളുടെ ഭാഷ പഠിക്കാൻ ശ്രമിക്കുന്ന, തങ്ങളുടെ അറിവിനെ ബഹുമാനിക്കുന്ന ഒരാളെ അവരാദ്യമായി കാണുകയായിരുന്നു. അവർ ആമുണ്ട്സിനെയും സംഘത്തെയും തങ്ങളുടെ അറിവിൻ്റെ ലോകത്തേക്ക് സ്വാഗതം ചെയ്തു. ആമുണ്ട്സൻ ഒരു സ്പോഞ്ച് പോലെ എല്ലാം ഒപ്പിയെടുത്തു. ഇന്യുവിറ്റുകളുടെ വസ്ത്രധാരണ രീതി അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. അവർ ധരിച്ചിരുന്നത് കരീബൂ എന്നൊരിനം മാനിൻ്റെ തോലുകൊണ്ടുള്ള വസ്ത്രങ്ങളായിരുന്നു. പല പാളികളുള്ള വസ്ത്രം. ഏറ്റവും ഉള്ളിലുള്ള പാളിയിലെ രോമങ്ങൾ ശരീരത്തോട് ചേർന്നിരിക്കും, പുറത്തുള്ള പാളിയിലെ രോമങ്ങൾ പുറത്തേക്കും. ഇതിനിടയിൽ കുടുങ്ങുന്ന വായു ഒരു ഇൻസുലേറ്ററായി പ്രവർത്തിച്ച് ശരീരത്തിലെ ചൂട് പുറത്തു പോകാതെ നോക്കും. യൂറോപ്പിൽ നിന്ന് കൊണ്ടുവന്ന കമ്പിളി കൊണ്ടുള്ള വസ്ത്രങ്ങളെക്കാൾ എത്രയോ മടങ്ങ് മികച്ചതായിരുന്നു അത്. വിയർത്താൽ നനഞ്ഞ് തണുത്തുറഞ്ഞു പോകുന്ന കമ്പിളി വസ്ത്രങ്ങൾ ആർട്ടിക് സാഹചര്യങ്ങളിൽ മരണകാരണമായേക്കാം. എന്നാൽ ഈ തോൽ വസ്ത്രങ്ങൾ വിയർപ്പിനെ പുറന്തള്ളും. ആമുണ്ട്സനും സംഘവും ആ വസ്ത്രങ്ങൾ ധരിക്കാൻ പഠിച്ചു. അടുത്ത പാഠം യാത്രയെക്കുറിച്ചായിരുന്നു. മഞ്ഞിലൂടെ യാത്ര ചെയ്യാൻ ഇന്നുവീറ്റുകൾ ഉപയോഗിച്ചിരുന്നത് നായ്ക്കൾ വലിക്കുന്ന സ്ലെഡ്ജുകളായിരുന്നു. പക്ഷേ അത് വെറുമൊരു യാത്രയായിരുന്നില്ല, അതൊരു കലയായിരുന്നു. ഏതു തരം നായ്ക്കളെ തിരഞ്ഞെടുക്കണം, അവയെ എങ്ങനെ പരിശീലിപ്പിക്കണം, മഞ്ഞുവണ്ടി എങ്ങനെ നിർമ്മിക്കണം, ഭാരം എങ്ങനെ വിതരണം ചെയ്യണം എന്നൊക്കെ അവർ ആമുണ്ട്സനെ പഠിപ്പിച്ചു. യൂറോപ്യന്മാർ അക്കാലത്ത് കുതിരകളെയോ പോണികളെയോ ആണ് ധ്രുവയാത്രകൾക്ക് ഉപയോഗിക്കാൻ ശ്രമിച്ചിരുന്നത്. എന്നാൽ മഞ്ഞിൽ പുതഞ്ഞുപോകുന്ന അവയേക്കാൾ എത്രയോ കാര്യക്ഷമമാണ് നായ്ക്കളെന്ന് ആമുണ്ട്സൻ തിരിച്ചറിഞ്ഞു. നായ്ക്കൾക്ക് മഞ്ഞിലൂടെ ഓടാൻ മാത്രമല്ല, ആവശ്യമെങ്കിൽ അവയെ ഭക്ഷണമാക്കാനും കഴിയും. അത് ക്രൂരമായി തോന്നാമെങ്കിലും അതിജീവനം പ്രധാനമാകുമ്പോൾ അത്തരം യാഥാർത്ഥ്യങ്ങളെ അംഗീകരിക്കേണ്ടി വരും. കൂടാതെ മഞ്ഞിൽ എങ്ങനെ ഇഗ്ലൂ ഉണ്ടാക്കാമെന്നും കടുത്ത മഞ്ഞുവീഴ്ചയിൽ ദിശ തെറ്റാതെ എങ്ങനെ യാത്ര ചെയ്യാമെന്നും സീലുകളെ മഞ്ഞിലെ ചെറിയ തുളകളിലൂടെ എങ്ങനെ വേട്ടയാടാമെന്നും അദ്ദേഹം പഠിച്ചു. ഈ അറിവുകളൊന്നും ഒരു പുസ്തകത്തിലും എഴുതി വച്ചിരുന്നില്ല. തലമുറകളായി കൈമാറി വന്ന പ്രായോഗിക ജ്ഞാനമായിരുന്നു അത്. ആ 2 വർഷം കൊണ്ട് റോൾഡ് ആമുണ്ട്സൻ ഒരു ഇന്നുവിറ്റിനെ പോലെ ചിന്തിക്കാനും ജീവിക്കാനും പഠിച്ചു. അദ്ദേഹം ശേഖരിച്ച ഈ അറിവുകളാണ് പിന്നീട് ലോകത്തിലെ ഏറ്റവും വലിയ മത്സരത്തിൽ, ദക്ഷിണ ധ്രുവത്തിലേക്കുള്ള ഓട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ വിജയരഹസ്യമായി മാറിയത്. 1905 യോവ വീണ്ടും യാത്ര തുടർന്നു. വടക്ക് പടിഞ്ഞാറൻ പാതയുടെ ബാക്കി ഭാഗം പൂർത്തിയാക്കി. ചരിത്രത്തിൽ ആദ്യമായി ഒരു കപ്പൽ ആ പാതയിലൂടെ യാത്ര ചെയ്തു. പക്ഷേ ആമുണ്ട്സൻ നേടിയ ഏറ്റവും വലിയ വിജയം അതായിരുന്നില്ല, ഇന്നുവീറ്റുകളിൽ നിന്ന് ലഭിച്ച അറിവിൻ്റെ നിധിയായിരുന്നു. നോർത്ത് വെസ്റ്റ് പാസേജ് കീഴടക്കി നോർവേയിൽ തിരിച്ചെത്തിയ റോൾഡ് ആമുണ്ട്സൻ ഇപ്പോൾ ഒരു നാഷണൽ ഹീറോയാണ്. 3 വർഷത്തെ നീണ്ട യാത്ര, അപകടങ്ങൾ പതിയിരിക്കുന്ന വഴികൾ, പക്ഷെ അദ്ദേഹം അതിൽ വിജയിച്ചു. നൂറ്റാണ്ടുകളായി പലരും ശ്രമിച്ച് പരാജയപ്പെട്ട ഒരു നേട്ടം കൈവരിച്ച ആ മനുഷ്യനെ നോർവേക്കാർ ആരാധനയോടെ നോക്കി. പത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ വീരകഥകൾ എഴുതി. സർക്കാർ അദ്ദേഹത്തെ ആദരിച്ചു. പക്ഷേ ആമുണ്ട്സന്റെ മനസ്സിൽ ഈ ആഘോഷങ്ങൾക്കൊന്നും സ്ഥാനമുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ അടുത്ത ലക്ഷ്യത്തിലായിരുന്നു. ഭൂമിയിലെ ഏറ്റവും വലിയ അടയാളപ്പെടുത്താത്ത അവസാനത്തെ ഇടം, നോർത്ത് പോൾ. അദ്ദേഹം തൻ്റെ പദ്ധതികൾ തയ്യാറാക്കാൻ തുടങ്ങി. ഇത്തവണ അതൊരു ചെറിയ മീൻപിടുത്ത ബോട്ടിലായിരിക്കില്ല. നോർത്ത് പോൾ ലക്ഷ്യം വെച്ചുള്ള യാത്രയ്ക്ക് ലോകത്തിലെ ഏറ്റവും മികച്ച ധ്രുവ പര്യവേക്ഷണ കപ്പൽ തന്നെ വേണം. അതൊരു സാധാരണ കപ്പലായിരുന്നില്ല, അതൊരു ഇതിഹാസമായിരുന്നു. ഫ്രിഡ്ജോഫ് നാൻസന്റെ സ്വന്തം ഫ്രാം, നോർവേയുടെ അഭിമാനസ്തംഭം. ആർട്ടിക് സമുദ്രത്തിലെ മഞ്ഞുപാളികൾക്കിടയിൽ കുടുങ്ങിപ്പോയാലും തകരാത്ത രീതിയിൽ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത കപ്പൽ. അതിൻ്റെ അടിഭാഗം ഉരുണ്ടിട്ടാണ്. മഞ്ഞുപാളികൾ ഇരുവശത്തു നിന്നും തള്ളാൻ തുടങ്ങുമ്പോൾ കപ്പൽ തകർന്നു പോകുന്നതിന് പകരം ഒരു വിത്തുപോലെ മഞ്ഞിന് മുകളിലേക്ക് ഉയർത്തപ്പെടും. നാൻസൻ ഈ കപ്പലിൽ മഞ്ഞിനൊപ്പം മാസങ്ങളോളം ആർട്ടിക് സമുദ്രത്തിലൂടെ ഒഴുകി നടന്നിട്ടുണ്ട്. ആ ഇതിഹാസ കപ്പൽ തൻ്റെ യാത്രയ്ക്ക് വിട്ടുതരണമെന്ന് ആമുണ്ട്സൻ നാൻസനോട് അഭ്യർത്ഥിച്ചു. ആമുണ്ട്സന്റെ പദ്ധതി നാൻസന് ഇഷ്ടപ്പെട്ടു.
നോർത്ത് പോളിൽ എത്തുന്നതിലുപരി അതൊരു ശാസ്ത്രീയ പര്യവേക്ഷണം കൂടിയായിരുന്നു. ഫ്രാമിൽ മഞ്ഞിനൊപ്പം മാസങ്ങളോളം സഞ്ചരിച്ച് ആർട്ടിക് സമുദ്രത്തിൻ്റെ ആഴം, ജലപ്രവാഹങ്ങൾ, കാലാവസ്ഥ എന്നിവയെക്കുറിച്ച് പഠിക്കുക എന്നതായിരുന്നു ഔദ്യോഗികമായ ലക്ഷ്യം. നാൻസൻ അതിന് സമ്മതിച്ചു. നോർവീജിയൻ സർക്കാർ വലിയൊരു തുക തന്നെ സഹായമായി നൽകി. പൊതുജനങ്ങളിൽ നിന്ന് സംഭാവനകൾ ഒഴുകിയെത്തി. നോർവേ ഒന്നടങ്കം ആമുണ്ട്സിൻ്റെ പിന്നിൽ അണിനിരുന്നു. ലോകത്തിലെ ഏറ്റവും മികച്ച നായ്ക്കളെ ഗ്രീൻലൻഡിൽ നിന്ന് ഓർഡർ ചെയ്തു. ഏറ്റവും പുതിയ ഉപകരണങ്ങൾ വാങ്ങി. ഭക്ഷണ സാധനങ്ങൾ മാസങ്ങളോളം കേടുകൂടാത്ത രീതിയിൽ പാക്ക് ചെയ്തു. എല്ലാം തികഞ്ഞ കണിശമായ ഒരു ആസൂത്രണം. അടുത്ത 5 വർഷത്തേക്കുള്ള പദ്ധതികളാണ് ആമുണ്ട്സന്റെ മനസ്സിലുള്ളത്. എല്ലാം തയ്യാറായിക്കൊണ്ടിരിക്കെ 1909 സെപ്റ്റംബർ മാസത്തിൽ ഒരു ദിവസം രാവിലെ പത്രത്താളുകളിൽ ആ വാർത്ത ഒരിടിത്തീ പോലെ വന്നു വീണു. അമേരിക്കൻ പര്യവേക്ഷകനായ റോബർട്ട് പിയറി താൻ ഉത്തരധ്രുവത്തിലെത്തിയതായി അവകാശപ്പെടുന്നു. അതിന് തൊട്ടുമുൻപ് ആമുണ്ട്സിന്റെ പഴയ സുഹൃത്ത്, ബെൽജിയത്തിൽ തൻ്റെ കൂടെയുണ്ടായിരുന്ന അതേ ഡോക്ടർ ഫ്രെഡറിക് കുക്കും ഇതേ അവകാശവാദം ഉന്നയിച്ചിരുന്നു. ആരുടെ അവകാശവാദമാണ് ശരിയെന്നതിനെക്കുറിച്ച് തർക്കങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഒരു കാര്യം വ്യക്തമായിരുന്നു: ഉത്തരധ്രുവം എന്ന ലക്ഷ്യം ഇനിയൊരു വലിയ നേട്ടമല്ല, അത് കീഴടക്കപ്പെട്ടു കഴിഞ്ഞു. ആ വാർത്ത ആമുണ്ട്സന്റെ പദ്ധതികളുടെ നെടുംതൂണിളക്കി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ് കൺമുന്നിൽ തകർന്നു വീണത്. വർഷങ്ങളുടെ തയ്യാറെടുപ്പുകൾ, ജനങ്ങളുടെ പ്രതീക്ഷകൾ, സർക്കാരിൻ്റെ പണം എല്ലാം വെറുതെയാകാൻ പോകുകയാണോ? ഉത്തരധ്രുവം കണ്ടുപിടിച്ചു കഴിഞ്ഞെങ്കിൽ പിന്നെന്തിനാണ് ഈ വലിയ യാത്ര? ആളുകൾ എന്തിന് പണം മുടക്കണം? ലക്ഷ്യം നഷ്ടപ്പെട്ട കപ്പിത്താനെപ്പോലെ ആമുണ്ട്സൻ ഒരു നിമിഷം നിന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു പ്രതിസന്ധിയായിരുന്നു അത്. പക്ഷേ റോൾഡ് ആമുണ്ട്സൻ തളർന്നു പോകുന്ന ആളല്ല. അദ്ദേഹത്തിൻ്റെ വൈക്കിംഗ് രക്തം അദ്ദേഹത്തെ വെറുതെ ഇരിക്കാൻ അനുവദിക്കില്ല. ഒരു ദ്വാരമടയുമ്പോൾ അയാൾ മറ്റൊന്ന് ചവിട്ടി തുറക്കും. ലോകമറിയാത്ത ഒരു പുതിയ വാതിൽ ആ നിമിഷം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തുറക്കുകയായിരുന്നു. രഹസ്യങ്ങളുടെയും ചതിയുടെയും സാഹസികതയുടെയും ഒരു പുതിയ ലോകത്തേക്കുള്ള വാതിൽ. റോബർട്ട് പിയറിയുടെ വാർത്ത കേട്ട് തളർന്നിരുന്ന ആമുണ്ട്സന്റെ മനസ്സിൽ ഒരു മിന്നൽ പോലെ ആ ചിന്തയുദിച്ചു. ഉത്തരധ്രുവം പോയെങ്കിലെന്താ? ലോകത്തിന് ഇനിയും ഒരു ധ്രുവം ബാക്കിയുണ്ടല്ലോ, ദക്ഷിണധ്രുവം, ഭൂമിയുടെ മറ്റേ അറ്റം. ഉത്തരധ്രുവത്തേക്കാർ ദുർഘടം പിടിച്ചത്. അതൊരു മഞ്ഞുപാളികൾ നിറഞ്ഞ കടലല്ല, മറിച്ച് കിലോമീറ്ററുകളോളം കനമുള്ള മഞ്ഞുപാളി മൂടിക്കിടക്കുന്ന ഒരു ഭൂഖണ്ഡമാണ്. അതിൻ്റെ മധ്യത്തിലേക്ക് യാത്ര ചെയ്യുക എന്നത് ഉത്തരധ്രുവത്തിലെത്തുന്നതിനേക്കാൾ 10 മടങ്ങ് അപകടം നിറഞ്ഞതാണ്. ബ്രിട്ടീഷുകാർ വർഷങ്ങളായി അതിനുവേണ്ടി ശ്രമിക്കുന്നു. പ്രശസ്ത പര്യവേഷകനായ ഏണസ്റ്റ് ഷാക്കിൾട്ടൺ ധ്രുവത്തിന് വെറും 180 കിലോമീറ്റർ അടുത്തുവരെ എത്തി പരാജയപ്പെട്ടു മടങ്ങിയിരുന്നു. ഇപ്പോൾ ബ്രിട്ടീഷ് റോയൽ നേവിയിലെ ക്യാപ്റ്റൻ റോബർട്ട് ഫാൽക്കൺ സ്കോട്ട് ബ്രിട്ടന്റെ മുഴുവൻ പിന്തുണയോടെ ദക്ഷിണധ്രുവം കീഴടക്കാൻ ഒരു വലിയ പര്യവേഷണത്തിന് തയ്യാറെടുക്കുകയാണ്. അതൊരു ദേശീയ അഭിമാന പ്രശ്നമായിട്ടാണ് ബ്രിട്ടൻ കണ്ടിരുന്നത്. ആമുണ്ട്സൻ ഒരു നിമിഷം ചിന്തിച്ചു. സ്കോട്ടിനോട് മത്സരിക്കുക, അതൊരു വല്ലാത്ത ധൈര്യമാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് ഒരു ചെറിയ രാജ്യം മത്സരിക്കുന്നതുപോലെ. സ്കോട്ടിന് പണമുണ്ട്, ആളുകളുണ്ട്, സാങ്കേതികവിദ്യയുണ്ട്, ഒരു രാജ്യത്തിൻ്റെ മുഴുവൻ പിന്തുണയുമുണ്ട്. തനിക്കോ ഉത്തരധ്രുവത്തിലേക്ക് പോകാനായി കടം വാങ്ങിയ പണം മാത്രം. പക്ഷേ ആമുണ്ട്സന്റെ കയ്യിൽ സ്കോട്ടിനില്ലാത്ത ഒന്നുണ്ടായിരുന്നു. ഇനിവീറ്റുകളിൽ നിന്ന് പഠിച്ച അതിജീവനത്തിൻ്റെ പാഠങ്ങൾ, നായ്ക്കളെ ഉപയോഗിച്ചുള്ള യാത്രയിലുള്ള വൈദഗ്ധ്യം, പിന്നെ തോൽക്കാൻ തയ്യാറല്ലാത്ത ഒരു മനസ്സും. അദ്ദേഹം ആ നിമിഷം ഒരു തീരുമാനമെടുത്തു. ലോകമറിയരുത്, നോർവേ അറിയരുത്, തൻ്റെ സ്വന്തം സംഘത്തിലെ 1-2 പേർക്കൊഴികെ മറ്റാരും അറിയരുത് താൻ പോകുന്നത് ദക്ഷിണധ്രുവത്തിലേക്കാണ് എന്നുള്ളത്. ഇവിടെയാണ് റോൾഡ് ആമുണ്ട്സൻ എന്ന തന്ത്രജ്ഞൻ്റെ ഉദയം. അദ്ദേഹം ഒരു നാടകം കളിക്കാൻ തുടങ്ങി. ലോകത്തിനു മുന്നിൽ അദ്ദേഹം ഉത്തരധ്രുവത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. പത്രക്കാർ ചോദിക്കുമ്പോൾ അദ്ദേഹം ആർട്ടിക് സമുദ്രത്തിലെ ജലപ്രവാഹങ്ങളെക്കുറിച്ച് വാചാലനാകും. തൻ്റെ ശാസ്ത്രീയ ലക്ഷ്യങ്ങളെക്കുറിച്ച് വിവരിക്കും. അദ്ദേഹം നാൻസനെ പോലും തെറ്റിദ്ധരിപ്പിച്ചു. ഫ്രാം എന്ന കപ്പൽ ദക്ഷിണധ്രുവത്തിലേക്ക് കൊണ്ടുപോകാൻ നാൻസൻ ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു. അതുകൊണ്ട് ആ സത്യം മറച്ചുവെച്ചു. കപ്പലിലേക്ക് സാധനങ്ങൾ കയറ്റുമ്പോൾ പോലും അതീവ രഹസ്യ സ്വഭാവം കാത്തു. ഉത്തരധ്രുവത്തിലേക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ, അതായത് ദക്ഷിണധ്രുവത്തിലെ കരയിൽ ഒരു ബേസ് ക്യാമ്പ് പണിയാൻ ആവശ്യമായ മരപ്പലകകളും ഒരു വീട് മുഴുവനായും കപ്പലിൽ കയറ്റി. ആരെങ്കിലും ചോദിച്ചാൽ ആർട്ടിക് സമുദ്രത്തിലെ ദ്വീപുകളിൽ നിരീക്ഷണ കേന്ദ്രം പണിയാനാണെന്ന് പറയും.
അദ്ദേഹം തൻ്റെ സഹോദരൻ ലിയോണിനെയും കപ്പലിലെ ക്യാപ്റ്റൻ തോർവാൾഡ് നിൽസനെയും മാത്രം ഈ രഹസ്യം അറിയിച്ചു. ബാക്കിയുള്ള സംഘാംഗങ്ങൾ യാത്ര തുടങ്ങുന്നതുവരെ അറിയുന്നത് തങ്ങൾ ഉത്തര ധ്രുവത്തിലേക്കാണ് പോകുന്നതെന്നാണ്. 1910 ഓഗസ്റ്റ് മാസം ഫ്രാം എന്ന കപ്പൽ ഓസ്ലോയിൽ നിന്ന് യാത്ര തിരിക്കുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ അവരെ യാത്രയയക്കാൻ വന്നിരുന്നു. അവർ ആർപ്പു വിളിച്ചു, കൊടികൾ വീശി. നോർവേയുടെ അഭിമാനം ഉത്തര ധ്രുവത്തിലേക്ക് യാത്രയാവുകയാണെന്ന് അവർ കരുതി. ആ ജനക്കൂട്ടത്തെ നോക്കി പുഞ്ചിരിക്കുമ്പോഴും അമുൻസന്റെ മനസ്സിൽ ലോകം കണ്ട ഏറ്റവും വലിയ സാഹസങ്ങളിലൊന്നിൻ്റെ ഗൂഢാലോചനയായിരുന്നു. കപ്പൽ അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് കടന്ന് ആഫ്രിക്കയുടെ തീരം ചുറ്റി തെക്കോട്ട് നീങ്ങാൻ തുടങ്ങിയപ്പോൾ പോലും പലർക്കും സംശയം തോന്നിയില്ല. മഡെയ്റ ദ്വീപിൽ വെച്ചാണ് അമുൻസൻ ആ ബോംബ് പൊട്ടിച്ചത്. അദ്ദേഹം കപ്പലിലെ എല്ലാവരെയും വിളിച്ചുകൂട്ടി ആ സത്യം വെളിപ്പെടുത്തി. നമ്മൾ പോകുന്നത് ഉത്തര ധ്രുവത്തിലേക്കല്ല, ദക്ഷിണ ധ്രുവത്തിലേക്കാണ്. ക്യാപ്റ്റൻ സ്കോട്ടുമായി ഒരു മത്സരത്തിനാണ് പോകുന്നത്. കപ്പലിൽ എല്ലാവരും ഒരു നിമിഷം നിശബ്ദരായി. പിന്നെ ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ആവേശത്തിൻ്റെ ആരവം ഉയർന്നു. ആരും എതിർത്തില്ല. എല്ലാവരും ആ സാഹസത്തിന് തയ്യാറായിരുന്നു. അതേസമയം അമുൻസന്റെ സഹോദരൻ നോർവേയിലൊരു ടെലഗ്രാം അയച്ചു, ക്യാപ്റ്റൻ സ്കോട്ടിന്. സ്കോട്ട് അപ്പോൾ ഓസ്ട്രേലിയയിലെത്തിയിരുന്നു. ടെലഗ്രാമിൽ ഇത്രമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു, ഫ്രാം ദക്ഷിണ ധ്രുവത്തിലേക്ക് പോകുന്നു, അമുൻസൻ. ലോകം ഞെട്ടി. നോർവേയിലെ ജനങ്ങൾ വഞ്ചിക്കപ്പെട്ടതായി മനസ്സിലായി. പക്ഷേ അമുൻസൻ അതൊന്നും കാര്യമാക്കിയില്ല. മത്സരം അപ്പോഴേക്കും തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അങ്ങനെ 1911 തുടക്കത്തിൽ അന്റാർട്ടിക്കയുടെ തീരത്ത് 2 കപ്പലുകൾ നങ്കൂരമിടുന്നു. ഏകദേശം 650 കിലോമീറ്റർ ദൂരത്തിൽ, പരസ്പരം കാണാൻ കഴിയാതെ. പക്ഷേ ഒരാളുടെ സാന്നിധ്യം മറ്റൊരാൾക്ക് വ്യക്തമായി അറിയാം. അതിലൊന്ന് നോർവേയുടെ ഫ്രാം, മറ്റൊന്ന് ബ്രിട്ടന്റെ ടെറാ നോവയുമായിരുന്നു. ലോകം കണ്ട ഏറ്റവും വലിയ സാഹസിക മത്സരത്തിൻ്റെ ആദ്യത്തെ മണി മുഴങ്ങിക്കഴിഞ്ഞിരുന്നു. റോൾഡ് ആമുണ്ട്സനും റോബർട്ട് ഫാൽക്കൺ സ്കോട്ടും ഒരേ ലക്ഷ്യവുമായി ഒരേ ഭൂഖണ്ഡത്തിലെത്തിയിരിക്കുന്നു. പക്ഷേ അവർ ആ ലക്ഷ്യത്തെ സമീപിച്ച രീതിയിൽ രാവും പകലും പോലുള്ള വ്യത്യാസമുണ്ടായിരുന്നു. അത് 2 വ്യക്തികൾ തമ്മിലുള്ള മത്സരമായിരുന്നില്ല, 2 ശൈലികൾ, 2 തത്വശാസ്ത്രങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലായിരുന്നു. ആദ്യം നമുക്ക് ആമുണ്ട്സന്റെ ക്യാമ്പിലേക്ക് പോകാം. അദ്ദേഹം തൻ്റെ ബേസ് ക്യാമ്പ് സ്ഥാപിക്കാൻ തിരഞ്ഞെടുത്തത് ബേ ഓഫ് വെയിൽസ് എന്നറിയപ്പെടുന്ന ഒരിടമാണ്. റോസ് ഐസ് ഷെൽഫ് എന്ന ഭീമാകാരമായ മഞ്ഞുപാളിയുടെ അറ്റത്തുള്ള ഒരു ഉൾക്കടലാണിത്. ഈ സ്ഥലം തിരഞ്ഞെടുക്കാൻ ഒരു പ്രധാന കാരണമുണ്ടായിരുന്നു. അത് ദക്ഷിണധ്രുവത്തിലേക്കെത്താൻ ഏകദേശം 100 കിലോമീറ്റർ എടുക്കും. എങ്കിലും സ്കോട്ടിൻ്റെ ബേസ് ക്യാമ്പിനേക്കാൾ അടുത്താണ്. ഒരു മത്സരത്തിൽ ഓരോ കിലോമീറ്ററും നിർണായകമാണ്. പക്ഷേ ഈ തിരഞ്ഞെടുപ്പിന് വലിയൊരു അപകട സാധ്യതയുമുണ്ടായിരുന്നു. ഈ ഐസ് ഷെൽഫ് സ്ഥിരമായി നിലനിൽക്കുന്ന ഒന്നല്ല. അത് കടലിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു ഭീമൻ മഞ്ഞുപാളിയാണ്. അതിൻ്റെ ഒരു വലിയ കഷ്ണം എപ്പോൾ വേണമെങ്കിലും അടർന്നുപോയി കടലിൽ ഒഴുകിപ്പോകാം. അങ്ങനെ സംഭവിച്ചാൽ ആമുണ്ട്സന്റെ ബേസ് ക്യാമ്പും അതിലെ ആളുകളും സാധനങ്ങളുമെല്ലാം കടലിൻ്റെ അടിയിലാകും. സ്കോട്ടിനെ പോലുള്ള ശാസ്ത്രജ്ഞനായ ഒരു പര്യവേക്ഷകൻ ഒരിക്കലും അങ്ങനെയൊരു റിസ്ക് എടുക്കില്ല. പക്ഷേ ആമുണ്ട്സൻ ഒരു ശാസ്ത്രജ്ഞനായിരുന്നില്ല. അദ്ദേഹം ഒരു പട്ടാളക്കാരനെ പോലെ ചിന്തിക്കുന്ന ഒരാളായിരുന്നു. ലക്ഷ്യം നേടാൻ കണക്കുകൂട്ടിയ റിസ്കുകൾ എടുക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നു. അവിടെ ആ അപകടം പിടിച്ച മഞ്ഞുപാളിയിൽ ആമുണ്ട്സനും സംഘവും തങ്ങളുടെ വീട് പണിയാൻ തുടങ്ങി. ഫ്രാംഹൈം അഥവാ ഫ്രാമിൻ്റെ വീട് എന്നവർ അതിന് പേരിട്ടു. നോർവേയിൽ നിന്ന് കഷ്ണങ്ങളായി കൊണ്ടുവന്ന ഒരു മരവീടായിരുന്നു അത്. ദിവസങ്ങൾക്കുള്ളിൽ അവരത് കൂട്ടിയോജിപ്പിച്ചു. അതിനു ചുറ്റും അവർ മഞ്ഞിൽ തുരങ്കങ്ങളുണ്ടാക്കി. സാധനങ്ങൾ സൂക്ഷിക്കാനും നായ്ക്കൾക്ക് താമസിക്കാനും ജോലികൾ ചെയ്യാനുമുള്ള വർക്ക്ഷോപ്പുകളായി ആ തുരങ്കങ്ങൾ മാറി. എല്ലാം വളരെ ലളിതവും പ്രായോഗികവുമായിരുന്നു. അനാവശ്യമായ ഒന്നുമില്ല, അലങ്കാരങ്ങളില്ല. ഓരോ ആണി വയ്ക്കുന്നതിനും ഓരോ പെട്ടിവെക്കുന്നതിനും കൃത്യമായൊരു ഉദ്ദേശമുണ്ടായിരുന്നു. ആമുണ്ട്സന്റെ 9 അംഗ സംഘം ഒരു യന്ത്രം പോലെയാണ് പ്രവർത്തിച്ചത്. ഓരോരുത്തർക്കും അവരവരുടെ ജോലി കൃത്യമായി അറിയാം. ലോകത്തിലെ ഏറ്റവും മികച്ച സ്കീയിങ് ചാമ്പ്യന്മാരിൽ ഒരാളായ ഓലാവ് യാലൻഡ്, നായ്ക്കളെ കൈകാര്യം ചെയ്യുന്നതിൽ വിദഗ്ധനായ
ഹെൽമർ ഹാൻസൺ, കപ്പൽ നിർമ്മാണ വിദഗ്ധനായ യോർഗൻ സ്റ്റബറൂഡ്. എല്ലാവരും അവരവരുടെ മേഖലയിലെ പ്രൊഫഷണലുകൾ. അവരുടെ ഒരേയൊരു ലക്ഷ്യം ദക്ഷിണധ്രുവം മാത്രമാണ്. അതിനപ്പുറം മറ്റൊരു ചിന്തയും ഇല്ല. ഇനി നമുക്ക് ക്യാപ്റ്റൻ സ്കോട്ടിൻ്റെ ക്യാമ്പിലേക്ക് വരാം. മക്മുഡോ സൗണ്ടിലെ കേപ്പ് ഇവാൻസ് എന്ന സ്ഥലത്താണ് അദ്ദേഹം തൻ്റെ ബേസ് ക്യാമ്പ് സ്ഥാപിച്ചത്. ശാസ്ത്രീയമായി പറഞ്ഞാൽ അത് ഉറച്ച പാറയുള്ള സുരക്ഷിതമായ ഒരിടമായിരുന്നു. സ്കോട്ട് ഒരു റിസ്ക്കും എടുക്കാൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ സംഘം വളരെ വലുതായിരുന്നു. 65ഓളം ആളുകൾ. അതിൽ നാവിക ഉദ്യോഗസ്ഥരുണ്ട്, ശാസ്ത്രജ്ഞന്മാരുണ്ട്, ഒരു ഫോട്ടോഗ്രാഫറുണ്ട്, ഒരു ബയോളജിസ്റ്റുണ്ട്. അവരുടെ ലക്ഷ്യം ദക്ഷിണധ്രുവം മാത്രമായിരുന്നു. അന്റാർട്ടിക്കയിലെ കാലാവസ്ഥയെക്കുറിച്ച് പഠിക്കണം, പാറകൾ ശേഖരിക്കണം, പെൻഗിനുകളുടെ ജീവിത രീതി നിരീക്ഷിക്കണം. ധ്രുവത്തിലെത്തുക എന്നത് ഈ വലിയ ശാസ്ത്രീയ പര്യവേക്ഷണത്തിലെ ഒരു പ്രധാന ഭാഗം മാത്രം. അവരുടെ ബേസ് ക്യാമ്പും വളരെ വലുതായിരുന്നു. അതിലൊരു ശാസ്ത്രീയ ലബോറട്ടറി ഉണ്ട്, ഒരു ഡാർക്ക് റൂമുണ്ട്, എന്തിന് ഒരു പിയാനോ പോലുമുണ്ട്. ഒഴിവു സമയങ്ങളിൽ പാട്ട് കഴിക്കാനും വിനോദങ്ങളിൽ ഏർപ്പെടാനും സൗകര്യങ്ങൾ. ഒരു ബ്രിട്ടീഷ് ജെന്റിൽമാൻ ക്ലബിൻ്റെ അന്തരീക്ഷമായിരുന്നു അവിടെ. ഇവിടെയാണ് രണ്ട് ശൈലികളും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം നമ്മൾ കാണുന്നത്. ഗതാഗത മാർഗം. ആമണ്ട്സന്റെ പദ്ധതി വളരെ ലളിതമായിരുന്നു. 100ഓളം ഗ്രീൻലാൻഡ് നായ്ക്കൾ, 4 സ്ലെഡ്ജുകൾ, സ്കീയിങ്ങിൽ വൈദഗ്ധ്യമുള്ള ആളുകൾ. ഇന്നുവേറ്റുകളിൽ നിന്ന് പഠിച്ച അതേ രീതി. മഞ്ഞിലൂടെ അതിവേഗം സഞ്ചരിക്കാൻ നായ്ക്കളേക്കാൾ മികച്ച ഒരു മാർഗമില്ലെന്ന് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു. നായ്ക്കൾക്ക് തണുപ്പ് പ്രശ്നമല്ല, അവയ്ക്ക് സീലിൻ്റെ മാംസം കഴിക്കാം. അതുകൊണ്ട് അവയ്ക്കുള്ള ഭക്ഷണം വഴിയിൽ നിന്ന് കണ്ടെത്താം. ഏറ്റവും പ്രധാനമായി, യാത്ര മുന്നോട്ടു പോകുമ്പോൾ ഭാരം കുറയുന്നതിനനുസരിച്ച് ദുർബലരായ നായ്ക്കളെ കൊന്ന് മറ്റുള്ളവയ്ക്ക് ഭക്ഷണമായി നൽകാം. ഇത് കേൾക്കുമ്പോൾ ക്രൂരമായി തോന്നാം, പക്ഷേ അതിജീവനത്തിൻ്റെ പ്രായോഗികതയിൽ വിശ്വസിച്ച ആളായിരുന്നു ആമുണ്ട്സൻ. എന്നാൽ സ്കോട്ടിൻ്റെ പദ്ധതി സങ്കീർണമായിരുന്നു. അദ്ദേഹത്തിന് നായ്ക്കളിൽ വലിയ വിശ്വാസമില്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഒരു മിശ്രിത മാർഗമാണ് തെരഞ്ഞെടുത്തത്. 1. മോട്ടോർ സ്ലെഡ്ജുകൾ. അക്കാലത്തെ ഏറ്റവും പുതിയ സാങ്കേതികവിദ്യ. മഞ്ഞിലൂടെ എഞ്ചിൻ വെച്ചോടുന്ന വണ്ടികൾ. പിന്നെ 2. മഞ്ചൂരിയൻ പോണികൾ. സൈബീരിയൻ തണുപ്പിനെ അതിജീവിക്കുന്ന ശക്തരായ കുതിരകൾ. നായ്ക്കളേക്കാൾ കൂടുതൽ ഭാരം വലിക്കാൻ അവയ്ക്ക് കഴിയുമെന്ന് സ്കോട്ട് വിശ്വസിച്ചു. മൂന്നാമത്തേതും അവസാനത്തേതുമായ മാർഗം മാൻഹോളിംഗ്, അതായത് മനുഷ്യർ തന്നെ കയറിൽ കെട്ടി സ്ലെഡ്ജ് വലിക്കുക. ബ്രിട്ടീഷ് പരിവേഷകർക്കിടയിൽ ഇതൊരു വീരകൃത്യമായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. കഷ്ടപ്പാടുകളിലൂടെ നേടുന്ന വിജയത്തിനാണ് കൂടുതൽ മഹത്വമെന്ന് അവർ വിശ്വസിച്ചു. ഒരേ യാത്രയ്ക്ക് 3 വ്യത്യസ്ത ഗതാഗത മാർഗങ്ങൾ. ഒറ്റനോട്ടത്തിൽ ഇത് വളരെ മികച്ച ഒരു പ്ലാനായി തോന്നാം. ഒരെണ്ണം പരാജയപ്പെട്ടാൽ അടുത്തത് ഉപയോഗിക്കാം. പക്ഷേ ഈ സങ്കീർണത തന്നെയായിരുന്നു സ്കോട്ടിൻ്റെ ഏറ്റവും വലിയ പിഴവും. അന്റാർട്ടിക്കൻ ശൈത്യകാലം ആരംഭിച്ചു. സൂര്യൻ അപ്രത്യക്ഷനായി. 2 ക്യാമ്പുകളിലും അടുത്ത കുറച്ചു മാസത്തേക്ക് പൂർണ്ണമായി ഇരുട്ടാണ്. പക്ഷെ 2 കൂട്ടരും വെറുതെ ഇരിക്കുകയല്ല, വരാനിരിക്കുന്ന മഹത്തായ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ്. ഫ്രാംഹൈമിൽ ആമുണ്ട്സന്റെ സംഘം തിരക്കിട്ട ജോലിയിലാണ്. അവർ സ്ലെഡ്ജിൽ പരിശോധിക്കുന്നു, അവയുടെ ഭാരം കുറയ്ക്കാൻ വേണ്ടി അനാവശ്യമായ ഭാഗങ്ങൾ ചെത്തിക്കളയുന്നു. ഓരോ ഗ്രാമിനും വിലയുണ്ട്. അവർ ഇന്നുവീറ്റ് രീതിയിലുള്ള കരിമ്പൂ തോൽ കൊണ്ടുള്ള വസ്ത്രങ്ങൾ ഓരോരുത്തർക്കും സ്വന്തം ശരീരത്തിന് പാകമായ രീതിയിൽ തയ്ക്കുന്നു. അവർ ഭക്ഷണപ്പൊതികൾ തയ്യാറാക്കുന്നു. ഓരോ ദിവസത്തേക്കും ഓരോ ആൾക്കും വേണ്ട ഭക്ഷണം കൃത്യമായി തൂക്കി പ്രത്യേകം പൊതികളിലാക്കുന്നു. അതിൽ നായ്ക്കൾക്കുള്ള ഭക്ഷണവുമുണ്ട്. ആരും അവരോട് ജോലി ചെയ്യാൻ പറയേണ്ടതില്ല. എല്ലാവർക്കും തങ്ങളുടെ ഉത്തരവാദിത്തം അറിയാം. വൈകുന്നേരങ്ങളിൽ അവർ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, നാളത്തെ പദ്ധതികളെക്കുറിച്ച് സംസാരിക്കുന്നു. അവിടെ ചിരിയും കളിയുമുണ്ട്. പക്ഷേ എല്ലാറ്റിനുമുപരി ഒരു ലക്ഷ്യബോധമുണ്ട്. അതേസമയം കേപ്പ് ഇവാൻസിലെ സ്കോട്ടിൻ്റെ ക്യാമ്പിൽ അന്തരീക്ഷം വ്യത്യസ്തമാണ്. ശാസ്ത്രജ്ഞന്മാർ അവരുടെ ജോലികളിൽ മുഴുകിയിരിക്കുന്നു. മറ്റുള്ളവർ പ്രഭാഷണങ്ങൾ കേൾക്കുന്നു, പുസ്തകങ്ങൾ വായിക്കുന്നു, നാടകങ്ങൾ കളിക്കുന്നു. അവിടെ ഒരു കർശനമായ സാമൂഹിക ഘടനയുണ്ട്. ഉദ്യോഗസ്ഥർ ഒരു ഭാഗത്തും സാധാരണക്കാർ മറ്റൊരു ഭാഗത്തും. അവർ ഒരുമിച്ചല്ല ഭക്ഷണം കഴിക്കുന്നത് പോലും. ഒരു നേവി കപ്പലിലെ ചിട്ടയായിരുന്നു അവിടെ. അവരുടെ തയ്യാറെടുപ്പിലും ഈ വ്യത്യാസം കാണാം. പോണികളെ നോക്കാൻ പ്രത്യേക ആളുകളുണ്ട്. പക്ഷേ ആ മൃഗങ്ങൾക്ക് അന്റാർട്ടിക്കൻ കാലാവസ്ഥയുമായി പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല. കൊടുംതണുപ്പിൽ അവയുടെ ശരീരം വിറയ്ക്കുന്നു. അവയുടെ കാലുകൾ മഞ്ഞിൽ താണുപോകുന്നു. അവയ്ക്ക് കഴിക്കാൻ കൊടുക്കാനായി കപ്പലിൽ നിന്ന് പുല്ലും ഓട്സും കൊണ്ടുവന്നിട്ടുണ്ട്. നായ്ക്കളെപ്പോലെ അവയ്ക്ക് സീൽ മാംസം കഴിക്കാൻ കഴിയില്ല. അതുകൊണ്ട് യാത്രയിൽ അവയ്ക്കുള്ള ഭക്ഷണം കൂടി മനുഷ്യർ ചുമക്കണം. പിന്നെ ഏറ്റവും വലിയ ദുരന്തം മോട്ടോർ സ്ലെഡ്ജുകളായിരുന്നു. ആരും പ്രതീക്ഷിക്കാത്ത ഒരു പ്രശ്നം സംഭവിച്ചു. കൊടും തണുപ്പിൽ എഞ്ചിനിലെ ഓയിൽ ഉറച്ചുപോയി കട്ടപിടിച്ചു.
എഞ്ചിൻ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നില്ല. ആ പുതിയ സാങ്കേതികവിദ്യ ഒരു പൂർണ്ണ പരാജയമായി മാറുകയായിരുന്നു. പക്ഷെ സ്കോട്ട് തൻ്റെ പദ്ധതിയിൽ ഉറച്ചുനിന്നു. അദ്ദേഹം വിശ്വസിച്ചു, ബ്രിട്ടീഷ് മനുഷ്യൻ്റെ സഹനശക്തിക്ക് മുന്നിൽ ഈ പ്രശ്നങ്ങളൊന്നുമല്ലെന്ന്. യാത്ര തുടങ്ങുമ്പോൾ എല്ലാം ശരിയാകുമെന്ന് അദ്ദേഹം കണക്കുകൂട്ടി. ഈ 2 ക്യാമ്പുകളിലെയും ഒരുക്കങ്ങൾ കാണുമ്പോൾ തന്നെ മത്സരത്തിൻ്റെ ഫലം എന്തായിരിക്കുമെന്ന് നമുക്ക് ഏതാണ്ട് ഊഹിക്കാൻ കഴിയും. ഒരു ഭാഗത്ത് പ്രായോഗികതയിലൂന്നിയ ലളിതവും കാര്യക്ഷമവുമായ ഒരു പദ്ധതി, തദ്ദേശീയമായ അറിവിനെ ബഹുമാനിക്കുകയും അതുപയോഗിക്കുകയും ചെയ്യുന്ന ഒരു സംഘം, എല്ലാ അംഗങ്ങളും തുല്യരായി ഒരൊറ്റ ലക്ഷ്യത്തിനു വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു ടീം. മറുവശത്ത് സങ്കീർണവും പല സാങ്കേതിക വിദ്യകളെ ആശ്രയിക്കുന്നതുമായ ഒരു പദ്ധതി, തദ്ദേശീയമായ അറിവിനെ പുച്ഛത്തോടെ കാണുന്ന, സ്വന്തം സഹനശക്തിയിൽ അമിതമായി വിശ്വസിക്കുന്ന ഒരു സംഘം, കർശനമായ അധികാരശ്രേണികളുള്ള പല ലക്ഷ്യങ്ങളുള്ള ഒരു ടീം. ആമുണ്ട്സിൻ്റെ നായ്ക്കളും സ്കോട്ടിൻ്റെ പോണികളും ആ മഞ്ഞുപാളിയിൽ നേർക്കുനേർ വരാൻ പോവുകയായിരുന്നു. ഇത് വെറും മൃഗങ്ങൾ തമ്മിലുള്ള മത്സരമായിരുന്നില്ല, 2 ലോകവീക്ഷണങ്ങൾ തമ്മിലുള്ള പോരാട്ടമായിരുന്നു. അന്റാർട്ടിക്കൻ മഞ്ഞ് ആരുടെ ശൈലിയാണ് ശരിയെന്ന് തെളിയിക്കാൻ കാത്തിരിക്കുകയായിരുന്നു. ആത്യന്തികമായി ആരാണ് പ്രകൃതിയുടെ നിയമങ്ങളെ ഏറ്റവും നന്നായി മനസ്സിലാക്കിയത്, അവർക്കായിരിക്കും വിജയം. ചില പണ്ഡിതന്മാർ ഇപ്പോഴും വാദിക്കുന്ന ഒരു കാര്യമുണ്ട്. സ്കോട്ടിൻ്റെ പരാജയത്തിന് കാരണം അദ്ദേഹത്തിൻ്റെ തയ്യാറെടുപ്പുകളിലെ പിഴവുകളായിരുന്നില്ല, മറിച്ച് നിർഭാഗ്യം മാത്രമായിരുന്നുവെന്ന്. അപ്രതീക്ഷിതമായി വന്ന കാലാവസ്ഥാ മാറ്റങ്ങളാണെന്ന്. പക്ഷേ ആമുണ്ട്സന്റെ തത്വശാസ്ത്രമനുസരിച്ച് നല്ല തയ്യാറെടുപ്പ് എന്നാൽ നിർഭാഗ്യങ്ങളെപ്പോലും അതിജീവിക്കാനുള്ള കഴിവാണ്. അദ്ദേഹം ഭാഗ്യത്തിൽ വിശ്വസിച്ചില്ല, സാധ്യതകളിൽ വിശ്വസിച്ചു. എല്ലാ മോശം സാധ്യതകളെയും മുൻകൂട്ടി കണ്ട് അതിനെല്ലാം ഒരു പ്ലാൻ ബി തയ്യാറാക്കി വെച്ചു. ആ ശൈത്യകാലത്ത് ഫ്രാംഹൈമിലെ ആ ചെറിയ മരവീടിനുള്ളിലിരുന്ന് റോൾഡ് ആമുണ്ട്സൻ ഒരു ചെസ്സു കളിക്കാരനെ പോലെ തൻ്റെ ഓരോ നീക്കവും മനസ്സിൽ കണ്ടുറപ്പിക്കുകയായിരുന്നു. അന്റാർട്ടിക്കൻ ശൈത്യകാലത്തിൻ്റെ നീണ്ട രാത്രി അവസാനിക്കുന്നു. മാസങ്ങൾക്ക് ശേഷം ചക്രവാളത്തിൽ സൂര്യൻ വീണ്ടും ഉദിച്ചുയരുന്നു. ഫ്രാംഹൈമിലും കേപ് വാൻസിലും സൂര്യൻ്റെ തിരിച്ചുവരവ് ഒരു പുതിയ ഊർജം നിറയ്ക്കുന്നു. അങ്ങനെ യാത്ര തുടങ്ങാനുള്ള സമയമായി. 1911 ഒക്ടോബർ 20 റോൾഡ് ആമുണ്ട്സനും 4 സഹയാത്രികരുമായ ഓലാഫ് യാലൻഡ്, ഹെൽമർ ഹാൻസൻ, സ്വെർ ഹാസൽ, ഓസ്കാർ വിസ്റ്റിംഗ് ഫ്രാംഹൈമിലെ തങ്ങളുടെ സുരക്ഷിതമായ താവളത്തോട് വിട പറയുന്നു. അവരുടെ മുന്നിൽ 1300 കിലോമീറ്ററിലധികം ദൂരത്തിൽ മഞ്ഞും നിശബ്ദതയും മാത്രം നിറഞ്ഞ ഒരു ലോകം. ലക്ഷ്യമൊന്നു മാത്രം, ദക്ഷിണധ്രുവം. അവരുടെ യാത്ര വെറുമൊരു കുതിച്ചുപായലല്ല, അതൊരു സംഗീതം പോലെ ചിട്ടപ്പെടുത്തിയ, ഓരോ ചലനവും മുൻകൂട്ടി നിശ്ചയിച്ച ഒരു പ്രകടനമാണ്. ഈ യാത്രയുടെ ഓരോ ദിവസവും ഒരുപോലെയാണ്, അതിലൊരു മാറ്റവുമില്ല. ആവർത്തന വിരസമായ ആ ദിനചര്യയാണ് അവരുടെ വിജയരഹസ്യം. നമുക്ക് അവരുടെ ഒരു സാധാരണ ദിവസം എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. രാവിലെ 6 മണിക്ക് ടെൻറ്റിനുള്ളിൽ അലാറം മുഴങ്ങുന്നു. പക്ഷേ അതൊരു ക്ലോക്കിൻ്റെ ശബ്ദമല്ല, സംഘത്തിലെ കുക്കായ ഓസ്കാർ വിസ്റ്റിങ്ങിൻ്റെ ശബ്ദമാണ്. അദ്ദേഹം എഴുന്നേറ്റ് പ്രൈമർ സ്റ്റൗ കത്തിക്കുന്നു. ആ ചെറിയ മണ്ണെണ്ണ സ്റ്റൗവിൻ്റെ ഇരമ്പുന്ന ശബ്ദം ആ നിശബ്ദതയിൽ ഒരു വലിയ ആശ്വാസമാണ്. അത് ചൂട് മാത്രമല്ല, ജീവിതത്തിൻ്റെ ഒരു ലക്ഷണം കൂടിയാണ്. ടെൻറ്റിനുള്ളിലെ താപനില അപ്പോഴും -30-40 ഡിഗ്രി ആയിരിക്കും. പുറത്ത് അതിലും കൂടുതലായിരിക്കും. സ്റ്റൗ കത്തിച്ച് ആദ്യം ചെയ്യുന്നത് വെള്ളം ചൂടാക്കാനായി മഞ്ഞുരുക്കുകയാണ്. ഓരോരുത്തർക്കും കുടിക്കാനും ഭക്ഷണം പാകം ചെയ്യാനും വെള്ളം വേണം. പ്രഭാത ഭക്ഷണം വളരെ ലളിതമാണ്. പോഷകങ്ങൾ നിറഞ്ഞ കൊഴുപ്പ് കൂടിയ ഒരു തരം കഞ്ഞി. അതിൽ ഓട്സ്, പാൽപ്പൊടി, ഉണങ്ങിയ മാംസം എന്നിവ ചേർത്തിരിക്കും. ശരീരത്തിന് ദിവസം മുഴുവൻ പ്രവർത്തിക്കാനുള്ള ഇന്ധനം നൽകുന്ന ഒരു പവർ പാക്ക്. അതോടൊപ്പം കട്ടൻ ചായയും ബിസ്ക്കറ്റും. ഭക്ഷണം കഴിക്കുമ്പോൾ പോലും അവർ തങ്ങളുടെ കരിബൂ തോൽ കൊണ്ടുള്ള വസ്ത്രങ്ങൾ ഊരിവെക്കില്ല. ഉറങ്ങുന്ന സ്ലീപ്പിംഗ് ബാഗിൽ നിന്ന് പോലും പുറത്തിറങ്ങുന്നത് അവസാന നിമിഷത്തിലായിരിക്കും. കാരണം ആ തണുപ്പിൽ ഒരു നിമിഷം പോലും അനാവശ്യമായി ശരീരം തണുപ്പിക്കാൻ അവർ തയ്യാറല്ല. പ്രഭാത ഭക്ഷണത്തിന് ശേഷം അവർ പുറത്തിറങ്ങുന്നു. ആ കാഴ്ച ഒരേ സമയം മനോഹരവും ഭയാനകവുമാണ്.
കണ്ണെത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന വെളുത്ത മരുഭൂമി. ആകാശത്ത് സൂര്യൻ ഒരു വെളുത്ത ഡിസ്ക് പോലെ തിളങ്ങുന്നു. പക്ഷെ അതിന് ചൂടില്ല. ചുറ്റും പൂർണ്ണമായ നിശബ്ദത. സ്വന്തം ഹൃദയമിടിപ്പ് പോലും പുറത്തു കേൾക്കാം. ആ നിശബ്ദതയെ ഭേദിക്കുന്നത് 52 നായ്ക്കളുടെ കുരയും ഓരിയിടലുമാണ്. അവയ്ക്ക് വിശക്കുന്നുണ്ട്. അവർ യാത്രയ്ക്ക് തയ്യാറാണ്. ഹെൽമർ ഹാൻസന്റെ നേതൃത്വത്തിൽ അവയ്ക്ക് ഭക്ഷണമായി ഉണങ്ങിയ മീനും കൊഴുപ്പും ചേർന്ന ഭക്ഷണം കൊടുക്കുന്നു. ശേഷം 4 സ്ലെഡ്ജുകളിൽ അവയെ കെട്ടുന്നു. ഓരോ സ്ലെഡ്ജിലും 13 നായ്ക്കൾ. ഇതൊരു ശ്രമകരമായ ജോലിയാണ്. തണുത്തുറഞ്ഞ കയറുകൾ വലിച്ചു കെട്ടുക, അനുസരണയില്ലാത്ത നായ്ക്കളെ നിയന്ത്രിക്കുക. അവരുടെ കൈകൾ മരവിച്ചിരിക്കും. പക്ഷേ അവരത് പരാതികളില്ലാതെ ചെയ്യുന്നു. കൃത്യം 8 മണിക്ക് യാത്ര തുടങ്ങും. മുന്നിൽ പോകുന്നത് ഓലാഫ് യാലൻഡാണ്. ഒരു കോമ്പസ് നോക്കി കൃത്യമായി തെക്കോട്ട് ദിശ തെറ്റാതെ സ്കീ ചെയ്യുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ജോലി. ആ പരന്ന മഞ്ഞുപാളിയിൽ ദിശ തെറ്റാൻ വളരെ എളുപ്പമാണ്. ഒരു ചെറിയ പിഴവ് വന്നാൽ അവർ കിലോമീറ്ററുകളോളം വഴിതെറ്റിപ്പോകും. യാലൻഡിന് പിന്നാലെ മറ്റ് 4 പേരും അവരുടെ സ്ലെഡ്ജുകളുമായി നീങ്ങുന്നു. ഓരോ 50 മിനിറ്റ് യാത്ര കഴിയുമ്പോഴും അവർ 5 മിനിറ്റ് വിശ്രമിക്കും. ക്ലോക്ക് നോക്കിയല്ല. അവരുടെ ശരീരത്തിലെ വാച്ചുകൾ മിക്കവാറും തണുത്തുറഞ്ഞ് നിശ്ചലമായിരിക്കും. പകരം അവർ സ്റ്റെപ്പുകൾ എണ്ണും. ഇത്ര സ്റ്റെപ്പ് കഴിഞ്ഞാൽ വിശ്രമം. ആ ചെറിയ ഇടവേളയിൽ അവർ സ്ലെഡ്ജിൽ ചാരി നിന്ന് ശ്വാസമെടുക്കും. നായ്ക്കൾ മഞ്ഞിൽ കിടന്ന് വിശ്രമിക്കും. അവർ പരസ്പരം അധികം സംസാരിക്കില്ല. അവർക്ക് ഊർജം സംരക്ഷിക്കേണ്ടതുണ്ട്. ദിവസവും 6 മണിക്കൂർ അവർ ഇങ്ങനെ യാത്ര ചെയ്യും. ഏകദേശം 25 മുതൽ 30 കിലോമീറ്റർ വരെയാണ് ദൂരം. അതിൽ കൂടുതൽ യാത്ര ചെയ്താൽ മനുഷ്യരും നായ്ക്കളും ഒരുപോലെ ക്ഷീണിച്ചു പോകുമെന്ന് അമുണ്ട്സൻ അറിയാം. ഇതൊരു സ്പ്രിന്റ് ഓട്ടമല്ല, ഒരു മാരത്തണാണ്. വേഗതയല്ല, സ്ഥിരതയാണ് പ്രധാനം. ഉച്ചയ്ക്ക് 2 മണിയോടെ അവർ അന്നത്തെ യാത്ര നിർത്തും. എന്നിട്ട് അടുത്ത പ്രധാനപ്പെട്ട ജോലിയിലേക്ക് കടക്കും. രാത്രി തങ്ങാനുള്ള ക്യാമ്പ് ഒരുക്കുക. ക്യാമ്പ് ഒരുക്കുന്നത് ഒരു കലയാണ്. ആദ്യം ചെയ്യുന്നത് 4 സ്ലെഡ്ജുകളും ഒരു ചതുരത്തിൽ പാർക്ക് ചെയ്യലാണ്. എന്നിട്ട് അതിൻ്റെ നടുവിൽ ടെൻ്റ് അടിക്കും. ഇത് ശക്തമായ കാറ്റിൽ നിന്നും ടെൻറ്റിനൊന്ന് സംരക്ഷണം നൽകും. ശേഷം ടെൻറ്റിനു ചുറ്റും മഞ്ഞുകൊണ്ട് ഒരു ഭിത്തി പണിയും. ഇത് കാറ്റിനെ പൂർണ്ണമായും തടയും. ഈ ജോലികൾ ചെയ്യുമ്പോഴും അവർക്ക് വിശ്രമമില്ല. ഒരാൾ ടെൻ്റ് അടിക്കുമ്പോൾ മറ്റൊരാൾ നായ്ക്കളെ അഴിച്ചുവിട്ട് അവയെ മഞ്ഞിൽ കുഴിച്ച കുഴികളിൽ കെട്ടിയിടും. മൂന്നാമത്തെയാൾ അടുത്ത ദിവസത്തേക്കുള്ള ഭക്ഷണം തയ്യാറാക്കാൻ തുടങ്ങും. നാലാമത്തെയാൾ സ്ലെഡ്ജുകളും മറ്റു ഉപകരണങ്ങളും പരിശോധിച്ച് കേടുപാടുകളുണ്ടെങ്കിൽ നന്നാക്കും. അഞ്ചാമത്തെയാൾ അടുത്ത ദിവസത്തെ യാത്രയുടെ റൂട്ട് മാപ്പ് അടയാളപ്പെടുത്തും. എല്ലാം ഒരു ടീം വർക്കാണ്. നായ്ക്കൾക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അവർ ടെൻറ്റിനുള്ളിലേക്ക് കയറും. ഓസ്കാർ വെസ്റ്റിംഗ് വീണ്ടും സ്റ്റൗ കത്തിച്ച് അത്താഴത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങും. അത്താഴം സാധാരണയായി പെമ്മിക്കൻ എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക ഭക്ഷണമാണ്. ഉണക്കിപ്പൊടിച്ച മാംസവും കൊഴുപ്പും ചേർത്ത ഊർജത്തിൻ്റെ ഒരു കലവറ. അതിൽ ബിസ്ക്കറ്റും ചേർത്ത് ചൂടുവെള്ളത്തിൽ കുറുക്കിയെടുക്കും. അത് കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് ചൂട് കിട്ടും. അത്താഴം കഴിഞ്ഞ് അവർ അന്നത്തെ ദിവസത്തെക്കുറിച്ച് ഡയറിയിൽ കുറിപ്പുകൾ എഴുതും. യാത്രയുടെ ദൂരം, കാലാവസ്ഥ, എന്തെങ്കിലും പ്രത്യേക സംഭവങ്ങൾ എന്നിവയെല്ലാം രേഖപ്പെടുത്തും. അതിനുശേഷം ഉറങ്ങാനുള്ള ഒരുക്കമാണ്. തങ്ങളുടെ തോൽ വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി റെയിൻഡിയർ തോലുകൊണ്ടുള്ള സ്ലീപ്പിംഗ് ബാഗിനുള്ളിലേക്ക് നുഴഞ്ഞു കയറും. പക്ഷേ അതിനു മുൻപ് ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്: അവരുടെ ബൂട്ടുകൾ. തുകൽ കൊണ്ടുള്ള ബൂട്ടുകൾ രാത്രിയിൽ പുറത്തുവെച്ചാൽ തണുത്തുറഞ്ഞ് കല്ലുപോലെയാവും. രാവിലെ അത് കാലിലിടാൻ കഴിയില്ല. അതുകൊണ്ട് ഓരോരുത്തരും തങ്ങളുടെ ബൂട്ടുകൾ സ്ലീപ്പിംഗ് ബാഗിനുള്ളിൽ സ്വന്തം ശരീരത്തോട് ചേർത്തുവെച്ചാണ് ഉറങ്ങുന്നത്. ശരീരത്തിൻ്റെ ചൂടുകൊണ്ട് അത് തണുത്തുറയാതെയിരിക്കും. രാത്രിയിൽ ടെൻറ്റിന് പുറത്ത് താപനില -60 ഡിഗ്രി വരെ താഴാറുണ്ട്. അന്റാർട്ടിക്കൻ കാറ്റിൻ്റെ ഭ്രാന്തമായ ചൂളം വിളി കേട്ട് തങ്ങളുടെ സഹയാത്രികരുടെ ശ്വാസം മാത്രം കേട്ട് അവർ ഉറങ്ങാൻ ശ്രമിക്കും. ഇതായിരുന്നു അവരുടെ ദിനചര്യ. ഇതിലൊരു മാറ്റവുമില്ല. ഒരു ദിവസം പോലും, ഒരു മണിക്കൂർ പോലും അവർ പാഴാക്കിയില്ല. ഈ കൃത്യനിഷ്ഠയാണ് അവരെ മുന്നോട്ട് നയിച്ചത്. ഓരോ ദിവസവും അവർ ധ്രുവത്തോട് 30 കിലോമീറ്റർ അടുക്കുകയാണ്. അവർ പോകുന്ന വഴിയിൽ ഓരോ ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് കഴിയുമ്പോഴും അവർ മഞ്ഞിൽ ഭക്ഷണത്തിൻ്റെയും മണ്ണെണ്ണയുടെയും ഓരോ ഡിപ്പോ സ്ഥാപിക്കും. അതായത് തിരികെ വരുമ്പോൾ ഉപയോഗിക്കാനായി ഭക്ഷണ സാധനങ്ങൾ കുഴിച്ചിടും.
എന്നിട്ട് അതിനു മുകളിൽ കറുത്ത കൊടികൾ നാട്ടിവെക്കും. ദൂരെ നിന്ന് കാണാൻ വേണ്ടിയാണിത്. അങ്ങനെ 11ഓളം ഡിപ്പോകൾ അവർ സ്ഥാപിച്ചു. ഇത് അവരുടെ മടക്കയാത്ര സുരക്ഷിതമാക്കാനുള്ള ഒരു ഇൻഷുറൻസ് ആയിരുന്നു. യാത്രയ്ക്കിടയിൽ അവർക്ക് പല പ്രതിസന്ധികളെയും നേരിടേണ്ടി വന്നു. വഴിയിൽ ഭീമാകാരമായ മഞ്ഞുപിളർപ്പുകളുണ്ടായിരുന്നു. 100 കണക്കിനടി താഴ്ചയുള്ള കൊക്കകൾ. അതിൻ്റെ മുകളിലെ നേർത്ത മഞ്ഞുപാളി തകർന്ന് താഴെ വീണാൽ പിന്നെ രക്ഷയില്ല. ഒരിക്കൽ ഒരു സ്ലെഡ്ജ് മുഴുവനായും ഒരു പിളർപ്പിലേക്ക് വീണുപോയതാണ്. ഭാഗ്യം കൊണ്ട് കയറിൽ കെട്ടിയിരുന്നതുകൊണ്ട് അവർക്ക് അത് വലിച്ചു കയറ്റാൻ കഴിഞ്ഞു. മറ്റൊരിക്കൽ അവർക്ക് ഭീമാകാരമായ ഒരു പർവ്വതനിര കുറുകെ കടക്കേണ്ടി വന്നു. ആക്സിൽ ഹൈബർ ഗ്ലേസിയർ എന്ന ഭീകരൻ. കിലോമീറ്ററുകളോളം കുത്തനെ മുകളിലേക്ക് സ്കീ ചെയ്തും സ്ലെഡ് വലിച്ചു കയറ്റിയും അവർ ആ മലനിര കടന്നു. ഓരോ ദിവസവും മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടാണ് അവർ മുന്നോട്ടു പോയത്. പക്ഷേ അവരുടെ ആത്മവിശ്വാസത്തിനോ ദിനചര്യയ്ക്കോ ഒരു മാറ്റവും വന്നില്ല. അവരുടെ കണ്ണുകൾ കോമ്പസിലെ തെക്ക് എന്ന ദിശയിൽ മാത്രമായിരുന്നു. ഓരോ ചുവടും അവരെ ചരിത്രത്തിലേക്ക് അടുപ്പിക്കുകയായിരുന്നു. ഡിസംബർ 14, 1911. അന്റാർട്ടിക് പീഠഭൂമിയിലെ അനന്തമായ മഞ്ഞുപരപ്പിലൂടെ 5 രൂപങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 55 ദിവസമായി അവർ ഒരേയൊരു ലക്ഷ്യത്തിലേക്ക് സ്കീ ചെയ്യുകയാണ്. അവരുടെ മുന്നിൽ കോമ്പസുണ്ട്, പിന്നിൽ സ്ലെഡ്ജുകളും 16 നായ്ക്കളുമുണ്ട്. പക്ഷേ ഇപ്പോൾ അവരുടെ ചലനങ്ങളിൽ ഒരു പ്രത്യേകതയുണ്ട്. ഒരു നേരിയ അക്ഷമ, ഓരോ ചുവടിലും ഒരു പ്രതീക്ഷ. കാരണം അവരുടെ കണക്കുകൂട്ടലുകൾ അനുസരിച്ച് അവർ ലക്ഷ്യസ്ഥാനത്തെത്താറായിരിക്കുന്നു. ധ്രുവം തൊട്ടടുത്താണ്. റോൾഡ് ആമുണ്ട്സൺ ഇടയ്ക്കിടെ തൻ്റെ കയ്യിലുള്ള നാവിഗേഷൻ ഉപകരണങ്ങൾ നോക്കുന്നു. അക്ഷാംശം 89°55'. ഇനി വരും 5 മിനിറ്റ് കൂടി. ഭൂമിശാസ്ത്രപരമായി പറഞ്ഞാൽ ഏകദേശം 9 കിലോമീറ്റർ മാത്രം. പക്ഷേ ആ 9 കിലോമീറ്റർ അവരുടെ ജീവിതത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദൂരമായി അനുഭവപ്പെടുന്നു. ചുറ്റുമുള്ള കാഴ്ചയ്ക്ക് ഒരു മാറ്റവുമില്ല. അതേ പരന്ന മഞ്ഞ്, അതേ വെളുത്ത ആകാശം. ഇവിടെ എവിടെയാണ് ലോകത്തിൻ്റെ അച്ചുതണ്ടിൻ്റെ തെക്കേ അറ്റം? അവിടെ പ്രത്യേകമായി എന്തെങ്കിലും അടയാളമുണ്ടോ? ഒരു മരമോ ഒരു പാറയോ ഒരു കുഴിയോ? ഒന്നുമില്ല. അതൊരു സങ്കല്പ ബിന്ദു മാത്രമാണ്. പക്ഷേ ആ ബിന്ദുവിൽ കാൽ കുത്തുക എന്നത് ചരിത്രമാവുകയാണ്. അവസാനം ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ ആമുണ്ട്സൺ തൻ്റെ സ്കീ ധ്രുവങ്ങൾ മഞ്ഞിൽ കുത്തി നിർത്തി പ്രഖ്യാപിക്കുന്നു. നിൽക്കൂ, നമ്മൾ എത്തിയിരിക്കുന്നു. ആ വാക്കുകൾ കേട്ട് മറ്റുള്ളവരും നിശ്ചലരാകുന്നു. അവർ പരസ്പരം നോക്കുന്നു. അവരുടെ മുഖത്ത് വലിയ ആഹ്ലാദ പ്രകടനങ്ങളില്ല. അവർ കെട്ടിപ്പിടിച്ച് ആർത്തു വിളിക്കുന്നില്ല. പകരം ഒരുതരം നിശബ്ദമായ സംതൃപ്തിയാണ് അവിടെ നിറയുന്നത്. വർഷങ്ങളുടെ ആസൂത്രണം, മാസങ്ങളുടെ കഠിനാധ്വാനം, അതിൻ്റെ ഫലമാണ് കൺമുന്നിൽ നിൽക്കുന്നത്. ഹെൽമർ ഹാൻസൺ തൻ്റെ കൈകൾ ആകാശത്തേക്കുയർത്തി ശാന്തമായി പറയുന്നു, ദൈവത്തിന് സ്തുതി. ഓലാവ് യാലൻഡ് തൻ്റെ സ്ലെഡ്ജിൽ ചാരി നിന്ന് ദൂരേക്ക് നോക്കുന്നു. അവർ ലോകത്തിൻ്റെ നെറുകയിൽ, അല്ലെങ്കിൽ താഴെയറ്റത്ത് എത്തിയിരിക്കുന്നു. പക്ഷേ ആമുണ്ട്സൺ എന്ന പ്രായോഗികവാദിയുടെ മനസ്സിൽ ആഘോഷങ്ങൾക്ക് സമയമില്ല. അദ്ദേഹത്തിനറിയാം, തങ്ങൾ ധ്രുവത്തിലെത്തി എന്ന് വെറുതെ പറഞ്ഞാൽ ലോകം വിശ്വസിക്കില്ല. കൃത്യമായ തെളിവ് വേണം. റോബർട്ട് പിയറിയുടെ ഉത്തരധ്രുവ അവകാശവാദം അപ്പോഴും തർക്കത്തിലാണ്. ആ തെറ്റ് തനിക്ക് സംഭവിക്കരുത്. അതുകൊണ്ട് അടുത്ത 24 മണിക്കൂർ അവർ ചെലവഴിക്കാൻ പോകുന്നത് ശാസ്ത്രീയമായ അളവുകൾ എടുക്കാനാണ്. ഒരു നിമിഷം പോലും പാഴാക്കാതെ അവർ ജോലി തുടങ്ങുന്നു. അവരൊരു ചെറിയ ടെൻ്റ് അടിക്കുന്നു. അതിനടുത്ത് തങ്ങളുടെ സെക്സ്റ്റന്റ്, തിയോഡലൈറ്റ് തുടങ്ങിയ ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നു. ധ്രുവത്തിൽ സൂര്യൻ അസ്തമിക്കില്ല. അത് 24 മണിക്കൂറും ആകാശത്ത് ഒരു വൃത്തത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കും. അവർ ഓരോ മണിക്കൂർ ഇടവിട്ട് സൂര്യൻ്റെ സ്ഥാനം അളക്കുന്നു. സൂര്യൻ ആകാശത്ത് ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്നതും ഏറ്റവും താഴ്ന്നു നിൽക്കുന്നതും എവിടെയാണെന്ന് കണ്ടുപിടിച്ചാൽ അവർക്ക് തങ്ങളുടെ സ്ഥാനം ഏറ്റവും കൃത്യമായി നിർണ്ണയിക്കാൻ കഴിയും. ഇത് വളരെ സൂക്ഷ്മതയോടെ ചെയ്യേണ്ട ജോലിയാണ്. തണുപ്പിൽ കൈകൾ വിറയ്ക്കുന്നുണ്ടാകും, കണ്ണുകൾ ക്ഷീണിച്ചിട്ടുണ്ടാകും. പക്ഷേ ഒരു ചെറിയ പിഴവ് പോലും അവരുടെ ചരിത്ര നേട്ടത്തെ സംശയത്തിൻ്റെ നിഴലിലാക്കുമെന്ന് അവർക്കറിയാം. ഈ അളവുകൾ എടുക്കുന്നതിനിടയിൽ ആമുണ്ട്സൺ വേറൊരു കാര്യം കൂടി ചെയ്യുന്നു. ഒരുപക്ഷെ തങ്ങളുടെ പ്രാഥമിക കണക്കുകൂട്ടലിൽ ചെറിയ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലോ?
യഥാർത്ഥ ധ്രുവം കുറച്ചു മീറ്ററുകൾ അപ്പുറത്തോ ഇപ്പുറത്തോ ആണെങ്കിലോ? ആ സംശയം ഒഴിവാക്കാൻ അദ്ദേഹം 3 പേരെ തിരഞ്ഞെടുക്കുന്നു: യാലൻഡ്, ഹാസൽ, വിസ്റ്റിംഗ്. അവരോട് 3 വ്യത്യസ്ത ദിശകളിലേക്ക് കൃത്യം 20 കിലോമീറ്റർ സ്കീ ചെയ്തു പോകാൻ പറയുന്നു. എന്നിട്ട് അവിടെ ഓരോ നോർവീജിയൻ പതാക നാട്ടിയിട്ട് തിരികെ വരാൻ പറയുന്നു. ഇതിനെ ബോക്സിംഗ് ദ പോൾ എന്ന് പറയാം. അതായത് യഥാർത്ഥ ധ്രുവം എവിടെയാണെങ്കിലും അത് തങ്ങൾ അടയാളപ്പെടുത്തിയ ഈ വലിയ ചതുരത്തിനുള്ളിൽ തന്നെ ആയിരിക്കുമെന്ന് ഉറപ്പിക്കാനുള്ളൊരു തന്ത്രം. ഇത് ആമുണ്ട്സന്റെ കണിശമായ ആസൂത്രണത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളിലൊന്നാണ്. ഒരു സംശയത്തിനും ഇടം കൊടുക്കരുത്. അങ്ങനെ 24 മണിക്കൂർ നീണ്ട കഠിനമായ ജോലിക്ക് ശേഷം അവർ തങ്ങളുടെ സ്ഥാനം കൃത്യമായി ഉറപ്പിക്കുന്നു. അവർ നിൽക്കുന്നത് 90 ഡിഗ്രി ദക്ഷിണ അക്ഷാംശത്തിലാണ്, ലോകത്തിൻ്റെ തെക്കേ അറ്റത്ത്. ഇനി ആഘോഷത്തിനുള്ള സമയമാണ്. പക്ഷേ അതും വളരെ ലളിതവും ഹൃദയസ്പർശിയുമായിരുന്നു. അവർ 5 പേരും ചേർന്ന് ഒരു പതാക മഞ്ഞിൽ നാട്ടുന്നു, നോർവേയുടെ പതാക. കാറ്റിൽ ആ ചുവപ്പും വെള്ളയും നീലയും നിറങ്ങൾ പാറിക്കളിക്കുമ്പോൾ ഒരു ചെറിയ രാജ്യം ലോകത്തിൻ്റെ നെറുകയിൽ തങ്ങളുടെ പേര് എഴുതി ചേർക്കുകയായിരുന്നു. ആ പതാകയോടൊപ്പം അവർ ഫ്രാം എന്ന തങ്ങളുടെ കപ്പലിൻ്റെ പേരെഴുതിയ ഒരു കൊടിയും സ്ഥാപിച്ചു. തങ്ങളെ ഇത്രയും ദൂരമെത്തിച്ച ആ ഇതിഹാസ കപ്പലിനുള്ള ഒരാദരം. ആ നിമിഷം ആ കൊടിമരത്തിന് ചുറ്റും നിന്ന് അവർ തങ്ങളുടെ തൊപ്പികൾ ഊരിപ്പിടിച്ച് നിശബ്ദമായി നിന്നു. അവരുടെ മുഖങ്ങളിൽ അഭിമാനം നിറഞ്ഞിരുന്നു. ആമുണ്ട്സന്റെ മനസ്സിൽ പക്ഷേ വേറൊരു ചിന്തയുണ്ടായിരുന്നു, തൻ്റെ എതിരാളിയായ ക്യാപ്റ്റൻ സ്കോട്ടിനെക്കുറിച്ച്. സ്കോട്ടും സംഘവും ഇപ്പോൾ എവിടെയായിരിക്കും? അവർ ധ്രുവത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണോ? അതോ വഴിയിൽ വെച്ച് എന്തെങ്കിലും അപകടം സംഭവിച്ചോ? ആമുണ്ട്സിൻ്റെ മനസ്സിൽ സ്കോട്ടിനോട് ഒരുതരം ബഹുമാനമുണ്ടായിരുന്നു. ഇതൊരു മത്സരമാണ്, പക്ഷേ അതൊരു ശത്രുതയല്ല. താൻ ജയിച്ചു, പക്ഷേ തൻ്റെ വിജയം സ്കോട്ടിൻ്റെ പരാജയമാകരുത്. ഒരുപക്ഷേ തങ്ങൾ മടക്കയാത്രയിൽ മരിച്ചുപോയാലോ? അങ്ങനെ സംഭവിച്ചാൽ തങ്ങൾ ധ്രുവത്തിലെത്തിയെന്ന സത്യം ലോകം ഒരിക്കലും അറിയാതെ പോകും. സ്കോട്ട് ഇവിടെ എത്തുമ്പോൾ അയാൾക്ക് മുൻപ് മറ്റൊരാൾ ഇവിടെ എത്തിയിരുന്നു എന്നതിനൊരു തെളിവ് വേണ്ടേ? ഈ ചിന്തയോടെ ആമുണ്ട്സൻ ഒരു പ്രവൃത്തി ചെയ്തു. അത് ധ്രുവ പര്യവേക്ഷണങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും മാന്യമായ പ്രവൃത്തികളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. അദ്ദേഹം തങ്ങൾ താമസിച്ച ചെറിയ ടെന്റ് അവിടെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അതിനുള്ളിൽ അദ്ദേഹം ഒരു സ്ലീപ്പിംഗ് ബാഗും ചില ശാസ്ത്രീയ ഉപകരണങ്ങളും ഒരു കത്തും വെച്ചു. ആ കത്ത് സ്കോട്ടിനുള്ളതായിരുന്നു. അതിൽ അദ്ദേഹം ഇങ്ങനെ എഴുതി: പ്രിയപ്പെട്ട ക്യാപ്റ്റൻ സ്കോട്ട്, താങ്കൾ ഇവിടെ എത്തുന്ന 2ാമത്തെ ആളായിരിക്കും. ഞങ്ങൾ ഡിസംബർ 14, 17 തീയതികളിൽ ഇവിടെയുണ്ടായിരുന്നു. ഞങ്ങൾ സ്ഥാപിച്ച കൊടിമരത്തിൽ നിന്നും ഏകദേശം 20 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശം ഞങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. താങ്കളുടെ മടക്കിയാത്ര ആശംസിക്കുന്നു. അതിനോടൊപ്പം വേറൊരു കത്തുകൂടിയുണ്ടായിരുന്നു. അത് നോർവേയിലെ രാജാവായ ഹോക്കോൺ 7 എഴുതിയതായിരുന്നു. അതിൽ തങ്ങളുടെ നേട്ടത്തെക്കുറിച്ച് വിവരിച്ചിരുന്നു. സ്കോട്ടിനോടുള്ള കത്തിൽ ആമുണ്ട്സൻ ഒരു അഭ്യർത്ഥന കൂടി വെച്ചു. ഒരുപക്ഷെ ഞങ്ങൾക്ക് മടക്കയാത്രയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ദയവായി ഈ കത്ത് നോർവേയിലെ രാജാവിനെത്തിക്കണം. ഇത് വെറുമൊരു കത്തായിരുന്നില്ല, അതൊരു ഇൻഷുറൻസ് പോളിസി കൂടിയായിരുന്നു. ഒരുപക്ഷെ തൻ്റെ സംഘം മഞ്ഞിൽ അപ്രത്യക്ഷനായാലും സ്കോട്ടിലൂടെ തൻ്റെ വിജയം ലോകം അറിയും. ഇതൊരു അസാധാരണമായ ചിന്തയാണ്, തൻ്റെ എതിരാളിയെ തൻ്റെ സന്ദേശവാഹകനായി തിരഞ്ഞെടുക്കുക. ശേഷം ഡിസംബർ 17 അവർ ധ്രുവത്തോട് വിട പറഞ്ഞു. മടക്കയാത്ര തുടങ്ങി. അവരുടെ മുഖങ്ങളിൽ ഒരുതരം ഭാരമില്ലായ്മയുണ്ടായിരുന്നു. ലക്ഷ്യം പൂർത്തിയാക്കിയതിൻ്റെ സംതൃപ്തി. പക്ഷെ അവർക്കറിയാമായിരുന്നു, യാത്രയുടെ പകുതി മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഫ്രാംഹൈമിൽ സുരക്ഷിതമായി തിരിച്ചെത്തിയാൽ മാത്രമേ വിജയം പൂർണ്ണമാകൂ. അവർ വന്ന വഴിയിലൂടെ തങ്ങൾ തന്നെ സ്ഥാപിച്ച ഡിപ്പോകളെ ലക്ഷ്യമാക്കി അവർ നീങ്ങി. ഓരോ ഡിപ്പോയിലെത്തുമ്പോഴും അവർക്കാവശ്യമായ ഭക്ഷണവും ഇന്ധനവും അവിടെ ഉണ്ടായിരുന്നു. അവരുടെ ആസൂത്രണം ഒരിക്കൽ കൂടി ശരിയെന്ന് തെളിയിക്കുകയായിരുന്നു. കാലാവസ്ഥ അവർക്കനുകൂലമായിരുന്നു. നായ്ക്കൾ ആരോഗ്യത്തോടെയിരുന്നു. മനുഷ്യർക്കാർക്കും കാര്യമായ പരിക്കുകളോ അസുഖങ്ങളോ ഇല്ലായിരുന്നു. കൃത്യം 99 ദിവസം. പുറപ്പെട്ട് 99ാം ദിവസം 1912 ജനുവരി 25 ആമുണ്ട്സനും സംഘവും ഫ്രാംഹൈമിൽ തിരിച്ചെത്തി. അവർ പുറപ്പെട്ടപ്പോൾ എത്ര പേരുണ്ടായിരുന്നോ അത്രയും പേർ തന്നെ തിരിച്ചെത്തി. എല്ലാവരും ആരോഗ്യവാന്മാർ. അവർ പുറപ്പെടുമ്പോൾ 52 നായ്ക്കളുണ്ടായിരുന്നു. ഇപ്പോൾ 11 മാത്രം ബാക്കിയുണ്ട്. ബാക്കിയുള്ളവ യാത്രക്കിടയിൽ ഭക്ഷണമായി മാറി. പക്ഷേ ആ 11 നായ്ക്കളും പൂർണ്ണ ആരോഗ്യത്തോടെയാണ് തിരിച്ചെത്തിയത്, ഒരു പോരൽ പോലുമില്ലാതെ. ആമുണ്ട്സന്റെ പദ്ധതി 100% വിജയിച്ചിരിക്കുന്നു. പക്ഷേ ഫ്രാംഹൈമിൽ തിരിച്ചെത്തിയ ശേഷവും ഒരു ചോദ്യം ബാക്കിയുണ്ടായിരുന്നു. സ്കോട്ടിന് എന്ത് സംഭവിച്ചു? അദ്ദേഹം ധ്രുവത്തിലെത്തിയോ? മടങ്ങി വന്നോ?
ആമുണ്ട്സൻ തൻ്റെ കപ്പലായ ഫ്രാമിൽ കയറി ലോകത്തോട് തൻ്റെ വിജയം പ്രഖ്യാപിക്കാൻ പോകുന്നതിന് മുൻപ് 1 മാസം കൂടി അവിടെ കാത്തിരുന്നു. ഒരുപക്ഷെ സ്കോട്ടിൻ്റെ സംഘം സഹായം തേടി ഇങ്ങോട്ട് വന്നാലോ എന്നു കരുതി. പക്ഷെ ആരും വന്നില്ല. ഒടുവിൽ 1912 ഫെബ്രുവരിയിൽ ഫ്രാം അന്റാർട്ടിക്കൻ തീരം വിട്ട് ഓസ്ട്രേലിയയിലെ ഹൊബാർട്ട് എന്ന തുറമുഖത്തെ ലക്ഷ്യമാക്കി. അവിടെ നിന്നാണ് അദ്ദേഹം ലോകത്തെ അറിയിക്കാൻ പോകുന്നത് മനുഷ്യൻ ദക്ഷിണധ്രുവത്തിലെത്തിയിരിക്കുന്നു എന്ന്. പക്ഷേ ആ വിജയവാർത്തയുടെ പിന്നാമ്പുറത്ത് അന്റാർട്ടിക്കൻ മഞ്ഞുപാളികൾക്കിടയിൽ മറ്റൊരു ദുരന്തകഥ എഴുതപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് അപ്പോൾ ആരും അറിഞ്ഞിരുന്നില്ല. ദക്ഷിണധ്രുവം കീഴടക്കിയ ശേഷം റോൾഡ് ആമുണ്ട്സൻ ലോകമെങ്ങും അറിയപ്പെടുന്ന ഒരു താരമായി മാറുന്നു. അദ്ദേഹം പ്രഭാഷണങ്ങൾ നടത്തുന്നു, പുസ്തകങ്ങൾ എഴുതുന്നു, രാജാക്കന്മാരും പ്രസിഡന്റുമാരും അദ്ദേഹത്തെ ആദരിക്കുന്നു. പക്ഷേ ഈ പ്രശസ്തിയുടെ വെള്ളിവെളിച്ചത്തിൽ അധികകാലം നിൽക്കാൻ അദ്ദേഹത്തിന് താൽപ്പര്യമില്ല. ഒരിടത്ത് അടങ്ങിയൊതുങ്ങിയിരിക്കുന്ന സ്വഭാവമായിരുന്നില്ല അദ്ദേഹത്തിൻ്റേത്. ഒരു ലക്ഷ്യം പൂർത്തിയായാൽ അടുത്തതിലേക്ക് കുതിക്കുന്ന ഒരു വേട്ടക്കാരൻ്റെ മനസ്സായിരുന്നു അദ്ദേഹത്തിന്. ദക്ഷിണധ്രുവം എന്ന നേട്ടം അദ്ദേഹത്തിന് സംതൃപ്തി നൽകി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രണയം, ആദ്യത്തെ സ്വപ്നം അപ്പോഴും ബാക്കിയുണ്ടായിരുന്നു: ഉത്തരധ്രുവം. റോബർട്ട് പിയറിയുടെ അവകാശവാദം അംഗീകരിക്കപ്പെട്ടെങ്കിലും പലർക്കും അതിൽ സംശയങ്ങളുണ്ടായിരുന്നു. പിയറിക്ക് കൃത്യമായ തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് ആമുണ്ട്സന്റെ മനസ്സിൽ ഉത്തരധ്രുവം അപ്പോഴും കീഴടക്കപ്പെടാത്ത ഒരു കോട്ടയായി നിലനിന്നു. പക്ഷേ ഇത്തവണ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം വെറുതെ ഉത്തരധ്രുവത്തിൽ കാൽ കുത്തുക എന്നതായിരുന്നില്ല. അത് അദ്ദേഹം നാൻസന് കൊടുത്ത പഴയ വാക്കാണ്. ഫ്രാം കപ്പലിൽ മഞ്ഞുപാളികളോടൊപ്പം ആർട്ടിക് സമുദ്രത്തിലൂടെ ഒഴുകി ഉത്തരധ്രുവത്തിനു മുകളിലൂടെയോ സമീപത്തുകൂടിയോ സഞ്ചരിക്കുക. ഒരു ശാസ്ത്രീയ പര്യവേക്ഷണം. 1-ാം ലോകമഹായുദ്ധം അദ്ദേഹത്തിൻ്റെ പദ്ധതികളെ വൈകിപ്പിച്ചു. യുദ്ധം കഴിഞ്ഞ് 1918 അദ്ദേഹം ഒരു പുതിയ കപ്പലുമായി യാത്ര തിരിക്കുന്നു. മോഡ് എന്നായിരുന്നു ആ കപ്പലിൻ്റെ പേര്. ഫ്രാമിൻ്റെ അതേ മാതൃകയിൽ, പക്ഷെ കൂടുതൽ ആധുനികമായ സൗകര്യങ്ങളോടെ നിർമ്മിച്ച ഒന്ന്. അദ്ദേഹത്തിൻ്റെ പഴയ സംഘത്തിലെ വിശ്വസ്തരായ ഹെൽമർ ഹാൻസനും സ്വർ ഹാസലും കൂടെയുണ്ട്. അവരുടെ പദ്ധതി പഴയതു തന്നെ. നോർവേയുടെ വടക്കൻ തീരത്തുനിന്ന് സൈബീരിയൻ തീരത്തുകൂടി കിഴക്കോട്ട് സഞ്ചരിച്ച് മഞ്ഞുപാളികൾക്കിടയിൽ കപ്പലിനെ കുടുങ്ങാൻ അനുവദിക്കുക. പിന്നെ ആ മഞ്ഞുപാളികൾക്കൊപ്പം ധ്രുവത്തിനു മുകളിലൂടെ ഒഴുകി ഗ്രീൻലൻഡിൻ്റെ തീരത്തെത്തുക. 3 മുതൽ 5 വർഷം വരെ എടുത്തേക്കാവുന്ന ഒരു യാത്ര. പക്ഷേ ആ യാത്ര ആമുണ്ട്സൻ പ്രതീക്ഷിച്ചതുപോലെയായിരുന്നില്ല. തുടക്കം മുതൽ തന്നെ പ്രശ്നങ്ങളായിരുന്നു. ആർട്ടിക് സമുദ്രത്തിലെ മഞ്ഞിൻ്റെ ഒഴുക്ക് പ്രവചനാതീതമായിരുന്നു. കപ്പൽ ധ്രുവത്തിലേക്ക് നീങ്ങുന്നതിനു പകരം സൈബീരിയൻ തീരത്തോട് ചേർന്ന് കുടുങ്ങിക്കിടന്നു. 2 ശൈത്യകാലം അവർ അങ്ങനെ മഞ്ഞിൽ ചെലവഴിച്ചു. ഈ സമയത്ത് ആമുണ്ട്സന് പല അപകടങ്ങളും പറ്റി. ഒരിക്കൽ കപ്പലിൽ നിന്ന് വീണ് അദ്ദേഹത്തിൻ്റെ തോളിന് ഗുരുതരമായി പരിക്കേറ്റു. മറ്റൊരിക്കൽ ശാസ്ത്രീയ നിരീക്ഷണങ്ങൾ നടത്തുന്നതിനിടയിൽ ഒരു ഹിമക്കരടി അദ്ദേഹത്തെ ആക്രമിച്ചു. കഷ്ടിച്ചാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ ശരീരമാസകലം മുറിവുകളുണ്ടായി. വേറൊരു സന്ദർഭത്തിൽ കപ്പലിനുള്ളിൽ വെച്ച് കാർബൺ മോണോക്സൈഡ് വിഷബാധയിട്ട് അദ്ദേഹം മരണത്തിൻ്റെ വക്കോളമെത്തി. ഈ അപകടങ്ങൾ അദ്ദേഹത്തെ ശാരീരികമായി മാത്രമല്ല മാനസികമായും തളർത്തി. പഴയ ആ ഊർജ്ജസ്വലനായ എന്തിനും മുന്നിൽ നിൽക്കുന്ന നേതാവിനെ സംഘാംഗങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല. അദ്ദേഹം കൂടുതൽ സമയവും തൻ്റെ ക്യാബിനിൽ ഒതുങ്ങിക്കൂടി. യാത്രയുടെ നിയന്ത്രണം മറ്റുള്ളവരെ ഏൽപ്പിച്ചു. ആ പഴയ ആമുണ്ട്സൻ എവിടെ പോയി എന്ന് പലരും അത്ഭുതപ്പെട്ടു. 2 വർഷത്തെ ശ്രമത്തിന് ശേഷവും കപ്പൽ ധ്രുവത്തിലേക്ക് നീങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ ആമുണ്ട്സൻ ഒരു പുതിയ പദ്ധതിയെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. നിലം വിട്ട് ആകാശത്തിലൂടെ ധ്രുവത്തിലെത്തുന്നതിനെക്കുറിച്ച്. അക്കാലത്ത് വിമാനങ്ങൾ ഒരു പുതിയ കണ്ടുപിടുത്തമാണ്. റൈറ്റ് സഹോദരന്മാർ ആദ്യമായി വിമാനം പറത്തിയിട്ട് 2 പതിറ്റാണ്ട് പോലുമായിട്ടില്ല. അത്ര വിശ്വസിക്കാൻ കൊള്ളാത്ത, എപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴാവുന്ന യന്ത്രങ്ങൾ. പക്ഷേ ആമുണ്ട്സൻ ആ പുതിയ സാങ്കേതിക വിദ്യയിൽ ആകൃഷ്ടനായി. മഞ്ഞിലൂടെ നായ്ക്കളെ ഓടിക്കുന്നതിനേക്കാൾ എത്രയോ വേഗത്തിൽ വിമാനത്തിൽ ധ്രുവത്തിലെത്താം. അതൊരു വിപ്ലവകരമായ ചിന്തയായിരുന്നു. അദ്ദേഹം മോഡ് പര്യവേക്ഷണം തൻ്റെ സംഘാംഗങ്ങളെ ഏൽപ്പിച്ച് അമേരിക്കയിലേക്ക് പോയി. വിമാനം പറത്താനായിരുന്നു ആ യാത്ര. തൻ്റെ 50-ാം വയസ്സിൽ, ആ പ്രായത്തിൽ ആരും ചെയ്യാൻ മടിക്കുന്ന ഒരു കാര്യമാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹം ഒരു പൈലറ്റായി. എന്നിട്ട് ധ്രുവയാത്രയ്ക്ക് പറ്റിയ വിമാനങ്ങൾക്കായി പണം കണ്ടെത്താനുള്ള ശ്രമം തുടങ്ങി.
അമേരിക്കൻ കോടീശ്വരന്മാരെയും വ്യവസായികളെയും അദ്ദേഹം കണ്ടു. പക്ഷേ പ്രതീക്ഷിച്ചതുപോലെ പണം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ദക്ഷിണധ്രുവത്തിലെ ഹീറോയെ സഹായിക്കാൻ അധികമാരും മുന്നോട്ട് വന്നില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസമേറിയ ഒരു കാലഘട്ടമായിരുന്നു അത്. കടം പെരുകി. അദ്ദേഹം പാപ്പരാകുന്ന അവസ്ഥയിലെത്തി. എങ്കിലും അദ്ദേഹം തൻ്റെ സ്വപ്നം ഉപേക്ഷിച്ചില്ല. നോർവീജിയൻ സർക്കാരിൻ്റെ സഹായത്തോടെ അദ്ദേഹം 2 ഡോർണിയർ വോൾ സീപ്ലെയിനുകൾ വാങ്ങി. വെള്ളത്തിൽ നിന്ന് പറന്നുയരാനും ഇറങ്ങാനും കഴിയുന്ന വിമാനങ്ങൾ. N-24, N-25 എന്നായിരുന്നു അവയുടെ പേരുകൾ. അദ്ദേഹത്തിൻ്റെ പദ്ധതി ഇതായിരുന്നു: നോർവേയുടെ ഭാഗമായ സ്വാൽബാർഡ് ദ്വീപ സമൂഹത്തിൽ നിന്ന് 2 വിമാനങ്ങളിലായി ഉത്തരധ്രുവത്തിലേക്ക് പറക്കുക, ധ്രുവത്തിൽ വിമാനമിറക്കി നിരീക്ഷണങ്ങൾ നടത്തുക, എന്നിട്ട് തിരികെ പറക്കുക. 1925-ൽ ആമുണ്ട്സനും അമേരിക്കൻ കോടീശ്വരനും സാഹസികനുമായ ലിങ്കൺ എൽസ്വർത്തും മറ്റ് 4 പേരും ചേർന്ന് ആ ചരിത്രപരമായ യാത്രയ്ക്ക് തയ്യാറായി. ആകാശമെന്ന പുതിയ മോഹം അദ്ദേഹത്തെ പുതിയ അപകടങ്ങളിലേക്കാണ് നയിച്ചുകൊണ്ടിരുന്നത്. 1925 മെയ് 21 സ്വാൽബാർഡിലെ കിങ്സ് ബേയിൽ നിന്ന് N-24, N-25 എന്നീ 2 വിമാനങ്ങൾ ഉത്തരധ്രുവത്തെ ലക്ഷ്യമാക്കി ആകാശത്തേക്ക് ഉയർന്നു. 6 ധീരരായ മനുഷ്യർ ചരിത്രം കുറിക്കാൻ പോവുകയാണ്. റോൾഡ് ആമുണ്ട്സൻ N-25 വിമാനത്തിലാണ്. യാത്രയുടെ തുടക്കം വളരെ സുഗമമായിരുന്നു. താഴെ കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന ആർട്ടിക് മഞ്ഞുപാളികൾ. മണിക്കൂറുകൾ പറന്നു കഴിഞ്ഞപ്പോൾ ഒരു വിമാനത്തിൻ്റെ എഞ്ചിന് തകരാറ് സംഭവിച്ചു. N-24ൻ്റെ എഞ്ചിൻ നിശ്ചലമായി. അവർക്ക് അടിയന്തരമായി താഴെ ഇറങ്ങിയേ പറ്റൂ. അവർ താഴെ മഞ്ഞിൻകിടയിൽ വിമാനമിറക്കാൻ പറ്റിയൊരു സ്ഥലം കണ്ടെത്തി. വെള്ളം നിറഞ്ഞ ഒരു ചെറിയ വിടവ്. ആ വിടവിലേക്ക് N-24 ഇറങ്ങുമ്പോൾ അതിൻ്റെ അടിഭാഗം മഞ്ഞിലിടിച്ച് തകർന്നു. വിമാനം ഭാഗികമായി വെള്ളത്തിൽ മുങ്ങി. അതേസമയം ആമുണ്ട്സൻ സഞ്ചരിച്ച N-25ഉം തൊട്ടടുത്ത് തന്നെ ഇറങ്ങി. ഇപ്പോൾ 2 വിമാനങ്ങളും മഞ്ഞുപാളികൾക്കിടയിൽ കുടുങ്ങിയിരിക്കുന്നു. അവർ ഉത്തരധ്രുവത്തിൽ നിന്ന് ഏകദേശം 220 കിലോമീറ്റർ മാത്രം അകലെയാണ്. പക്ഷേ അവർക്ക് തിരികെ പോകാൻ ഒരു വഴിയുമില്ല. N-24 എന്ന വിമാനം പൂർണ്ണമായും ഉപയോഗശൂന്യമായി. ഇനി അവർക്ക് ആകെയുള്ള പ്രതീക്ഷ N-25 ആണ്. പക്ഷേ ആ വിമാനത്തിന് 6 പേരെയും കൊണ്ട് പറന്നുയരാൻ കഴിയില്ല. അതിലുപരി വിമാനത്തിന് ടേക്ക് ഓഫ് ചെയ്യാൻ ഒരു റൺവേ വേണം. ചുറ്റും തകർന്നു കിടക്കുന്ന മഞ്ഞുപാളികളാണ്. നിരപ്പായ സ്ഥലമില്ല. അവർ വീണ്ടും ഒരിക്കൽ കൂടി മഞ്ഞിൻ്റെ തടവറയിലായി. ഇത്തവണ പക്ഷേ അവരുടെ കയ്യിൽ മാസങ്ങളോളം ജീവിക്കാനുള്ള ഭക്ഷണമോ നായ്ക്കളോ സ്ലെഡ്ജുകളോ ഇല്ല. ആകെയുള്ളത് കുറച്ച് ദിവസത്തേക്കുള്ള ഭക്ഷണം മാത്രം. രക്ഷപ്പെടാനുള്ള ഏക മാർഗം N-25 വിമാനത്തിന് പറന്നുയരാൻ വേണ്ടി മഞ്ഞിൽ ഒരു റൺവേ നിർമ്മിക്കുക എന്നതാണ്. അടുത്ത 3 ആഴ്ചക്കാലം 6 മനുഷ്യർ അതിജീവനത്തിനു വേണ്ടിയുള്ള ഒരു തീവ്രമായ പോരാട്ടത്തിലായിരുന്നു. അവരുടെ കയ്യിലുള്ളത് മഞ്ഞുവെട്ടാനുള്ള ചെറിയ മഴുവും കോരികകളും മാത്രം. ദിവസവും അവർ മണിക്കൂറുകളോളം ജോലി ചെയ്തു. ഏകദേശം 600 ടൺ മഞ്ഞ് അവർ വെട്ടിമാറ്റി. പലപ്പോഴും അവർക്ക് അരയോളം വെള്ളത്തിൽ നിന്ന് വേണം ജോലി ചെയ്യാൻ. അവരുടെ വസ്ത്രങ്ങൾ നനഞ്ഞു, ശരീരം മരവിച്ചു. ഭക്ഷണം റാഷൻ ചെയ്താണ് കഴിക്കുന്നത്. ഒരു ദിവസം ഒരാൾക്ക് 300 ഗ്രാം മാത്രം. ക്ഷീണം കൊണ്ടവർ തളർന്നു. പക്ഷേ അവർ പ്രതീക്ഷ കൈവിട്ടില്ല. ആമുണ്ട്സൻ എന്ന നേതാവ് വീണ്ടും ഉണർന്നെണീറ്റു. അദ്ദേഹം തൻ്റെ സംഘത്തിന് ധൈര്യം പകർന്നു. ജോലികൾക്ക് നേതൃത്വം നൽകി. മോഡ് പര്യവേക്ഷണത്തിൽ കണ്ട നിരാശനായ മനുഷ്യനായിരുന്നില്ല ഇപ്പോൾ. പ്രതിസന്ധികൾക്ക് മുന്നിൽ അദ്ദേഹം വീണ്ടും ഒരു പാറ പോലെ ഉറച്ചു നിന്നു. ഒടുവിൽ 24 ദിവസത്തെ കഠിനാധ്വാനത്തിന് ശേഷം അവർ 1/2 കിലോമീറ്ററോളം നീളമുള്ള ഒരു റൺവേ മഞ്ഞിൽ നിർമ്മിച്ചു. അതൊരു തികഞ്ഞ റൺവേ ആയിരുന്നില്ല. പക്ഷേ അതായിരുന്നു അവരുടെ അവസാനത്തെ പ്രതീക്ഷ. വിമാനത്തിൽ നിന്ന് അനാവശ്യമായ ഭാരമെല്ലാം അവരെടുത്തുമാറ്റി. 6 പേരും ഒരുമിച്ചൊരു വിമാനത്തിൽ കയറി. ഭാരം കാരണം വിമാനം പറന്നുയരുമോ എന്ന് അവർക്കുറപ്പില്ലായിരുന്നു. പൈലറ്റ് എഞ്ചിൻ പ്രവർത്തിപ്പിച്ചു. വിമാനം മഞ്ഞിലൂടെ മുന്നോട്ട് കുതിച്ചു. പലതവണ അത് തെന്നിമാറി. റൺവേയുടെ അറ്റമെത്താറായി. ഇനിയും ഉയർന്നില്ലെങ്കിൽ അവർ മഞ്ഞുമലയിൽ ഇടിച്ചു തകരും. അവസാന നിമിഷം ആ വിമാനം മെല്ലെ മഞ്ഞിൽ നിന്ന് ആകാശത്തേക്ക് ഉയർന്നു. അവർ രക്ഷപ്പെട്ടിരിക്കുന്നു. അവർ സ്വാൽബാർഡിൽ തിരിച്ചെത്തിയപ്പോൾ ലോകം മുഴുവൻ അവർ മരിച്ചു എന്നാണ് കരുതിയിരുന്നത്. അവരുടെ തിരിച്ചുവരവ് വലിയൊരു ആഘോഷമായി. ഉത്തരധ്രുവത്തിൽ എത്താൻ കഴിഞ്ഞില്ലെങ്കിലും ആ അതിജീവനത്തിൻ്റെ കഥ അവരെ വീണ്ടും ഹീറോകളാക്കി. ഈ പരാജയപ്പെട്ട ശ്രമം ആമുണ്ട്സനെ തളർത്തിയില്ല. പകരം അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി: വിമാനത്തിന് ധ്രുവത്തിൽ ഇറങ്ങാൻ കഴിയില്ല, പക്ഷേ അതിന് മുകളിലൂടെ പറക്കാൻ കഴിയും. അതായിരിക്കണം അടുത്ത ലക്ഷ്യം. ഒരു എയർഷിപ്പ്, വായുവിൽ നിൽക്കുന്ന ഒരു ഭീമൻ ബലൂൺ, വിമാനത്തെക്കാൾ സുരക്ഷിതം.
അതിൽ മണിക്കൂറുകളോളം നിർത്താതെ പറക്കാൻ കഴിയും. ആകാശമെന്ന സ്വപ്നം ആമുൻസൻ ഉപേക്ഷിച്ചിരുന്നില്ല. അദ്ദേഹം തൻ്റെ ജീവിതത്തിലെ അവസാനത്തെയും ഏറ്റവും മഹത്തായതുമായ യാത്രയ്ക്ക് തയ്യാറെടുക്കുകയായിരുന്നു. വിമാനയാത്രയിലെ പരാജയവും അതിജീവനവും റോൾഡ് ആമുണ്ട്സന്റെ ആകാശമോഹങ്ങൾക്ക് ചിറകുമുളപ്പിക്കുകയാണ് ചെയ്തത്. ഉത്തരധ്രുവത്തിനു മുകളിലൂടെ പറക്കുക എന്ന ലക്ഷ്യം അദ്ദേഹം ഉപേക്ഷിച്ചില്ല. പക്ഷേ അതിന് വിമാനത്തേക്കാൾ മികച്ചൊരു വാഹനം വേണമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. എയർഷിപ്പ് അഥവാ വായുവിൽ സഞ്ചരിക്കുന്ന കപ്പൽ. അക്കാലത്തെ സാങ്കേതിക വിദ്യയുടെ ഒരു അത്ഭുതമായിരുന്നു അത്. ഹൈഡ്രജൻ അല്ലെങ്കിൽ ഹീലിയം പോലുള്ള വാതകങ്ങൾ നിറച്ച ഒരു ഭീമൻ ബലൂണിന് താഴെ ഒരു ഗോണ്ടള ഘടിപ്പിച്ച വാഹനം. വിമാനത്തെ പോലെ റൺവേ ആവശ്യമില്ല. മണിക്കൂറുകളോളം, എന്തിന് ദിവസങ്ങളോളം നിർത്താതെ ആകാശത്ത് തങ്ങി നിൽക്കാൻ കഴിയും. ധ്രുവത്തിനു മുകളിലൂടെ ഒരു നിരീക്ഷണ പറക്കലിന് ഏറ്റവും അനുയോജ്യമായ വാഹനം. ഈ ആശയവുമായി ആമുണ്ട്സൻ മുന്നോട്ടു പോകുമ്പോൾ അദ്ദേഹത്തിന് ഒരു പുതിയ പങ്കാളിയെ ലഭിക്കുന്നു. ഇറ്റാലിയൻ എയർഷിപ്പ് ഡിസൈനറും പൈലറ്റുമായ ഉംബർട്ടോ നോബിലെ. നോബിലെ തൻ്റെ രാജ്യത്തെ ഒരു ഹീറോയാണ്. അദ്ദേഹം രൂപകൽപ്പന ചെയ്ത N1 എന്ന എയർഷിപ്പ് വളരെ പ്രശസ്തമായിരുന്നു. ആമുണ്ട്സെനും അദ്ദേഹത്തിൻ്റെ അമേരിക്കൻ സ്പോൺസറായ ലിങ്കൺ എൽസ്വർത്തും ചേർന്ന് ഇറ്റലിയിൽ നിന്ന് ഈ എയർഷിപ്പ് വാങ്ങി. അതിന് അവരൊരു പുതിയ പേരിട്ടു, നോർഗെ, നോർവേയുടെ പഴയ പേര്. പദ്ധതി ഇതായിരുന്നു: നോർഗെ എയർഷിപ്പ് ഇറ്റലിയിൽ നിന്ന് പറന്ന് നോർവേയിലെ സ്വാൽബാർഡിൽ എത്തണം. അവിടെ നിന്ന് ആമുണ്ട്സന്റെ നേതൃത്വത്തിലൊരു സംഘം അതിൽ കയറി ഉത്തരധ്രുവത്തിനു മുകളിലൂടെ പറന്ന് അലാസ്കയിൽ പോയി ഇറങ്ങണം. അങ്ങനെ ആർട്ടിക് സമുദ്രത്തെ ആദ്യമായി വായുമാർഗം മുറിച്ചു കടക്കുക. ഇതൊരു വലിയ സാഹസമായിരുന്നു. അന്നുവരെ ഒരു എയർഷിപ്പും അത്രയും ദൂരം സഞ്ചരിച്ചിട്ടില്ല, അതും ആർട്ടിക് പോലുള്ള പ്രവചനാതീതമായ കാലാവസ്ഥയുള്ള ഒരിടത്ത്. പക്ഷേ ഈ പദ്ധതിയുടെ തുടക്കം മുതൽ തന്നെ അമുണ്ട്സനും നോബിലെയും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുത്തു. നോബിലെ ഒരു എഞ്ചിനീയറാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നോർഗെ അദ്ദേഹത്തിൻ്റെ സ്വന്തം സൃഷ്ടിയാണ്. അതിൻ്റെ നിയന്ത്രണം തനിക്ക് തന്നെ ആയിരിക്കണമെന്ന് അദ്ദേഹം വാശി പിടിച്ചു. എന്നാൽ അമുണ്ട്സനായിരുന്നു പര്യവേക്ഷണത്തിൻ്റെ നേതാവ്. എല്ലാ തീരുമാനങ്ങളും എടുക്കാനുള്ള അധികാരം തനിക്കായിരിക്കണമെന്ന് അദ്ദേഹവും ശഠിച്ചു. ഒരാൾ കപ്പലിൻ്റെ സൃഷ്ടാവ്, മറ്റൊരാൾ യാത്രയുടെ നായകൻ. അവരുടെ ഈഗോകൾ തമ്മിൽ ഏറ്റുമുട്ടി. ഈ തർക്കം യാത്രയിലുടനീളം ഒരു കരിനിഴലായി അവരെ പിന്തുടർന്നു. എല്ലാ തർക്കങ്ങൾക്കുമൊടുവിൽ 1926 ഏപ്രിൽ മാസത്തിൽ നോർഗെ ഇറ്റലിയിൽ നിന്ന് യാത്ര തിരിച്ചു. ഇംഗ്ലണ്ടും നോർവേയും കടന്ന് അത് സ്വാൾബാർഡിലെ കിങ്സ് ബേയിൽ എത്തിച്ചേർന്നു. അവിടെ അവർക്കായി പ്രത്യേകമൊരുക്കിയ ഒരു ഭീമൻ എയർഷിപ്പ് ഹാങ്ങർ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവർ അവിടെ എത്തിയപ്പോൾ ഒരു അപ്രതീക്ഷിത അതിഥി കൂടി അവിടെ ഉണ്ടായിരുന്നു. അമേരിക്കൻ നേവി കമാൻഡറായ റിച്ചാർഡ് ബേർഡ്. അദ്ദേഹവും ഉത്തരധ്രുവത്തിന് മുകളിലൂടെ പറക്കാൻ ഒരു വിമാനവുമായി അവിടെ എത്തിയിരിക്കുന്നു. ജോസഫിൻ ഫോർഡ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിമാനത്തിൻ്റെ പേര്. പെട്ടെന്ന് അമുണ്ട്സന്റെ ശാസ്ത്രീയ പര്യവേക്ഷണം വീണ്ടും ഒരു മത്സരമായി മാറി. ആരാദ്യം ധ്രുവത്തിനു മുകളിലൂടെ പറക്കും? അമുണ്ട്സന്റെ നോർഗെ ഒരുങ്ങാൻ സമയമെടുക്കുമായിരുന്നു. എന്നാൽ ബേർഡിൻ്റെ വിമാനത്തിന് പെട്ടെന്ന് പറന്നുയരാൻ കഴിയുമായിരുന്നു. 1926 മെയ് 9 ബേർഡും അദ്ദേഹത്തിൻ്റെ പൈലറ്റും വിമാനത്തിൽ ഉത്തരധ്രുവത്തിലേക്ക് പറന്നു. ഏകദേശം 15 മണിക്കൂറിന് ശേഷം അവർ തിരിച്ചെത്തി. അവർ ഉത്തരധ്രുവത്തിന് മുകളിലൂടെ പറന്നെന്നും അതിന് വലം വെച്ചെന്നും അവകാശപ്പെട്ടു. എല്ലാവരും അവരെ അഭിനന്ദിച്ചു. അമുണ്ട്സൻ പോലും ബേർഡിനെ അഭിനന്ദിക്കാൻ മുന്നോട്ട് വന്നു. അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിരാശയുണ്ടായിരുന്നു. ഒരുപക്ഷെ ഉണ്ടായിക്കാണും. വീണ്ടും ഒരിക്കൽ കൂടി തൻ്റെ ലക്ഷ്യം കൺമുന്നിൽ വച്ച് മറ്റൊരാൾ തട്ടിയെടുത്തിരിക്കുന്നു. പക്ഷേ അമുണ്ട്സൻ തൻ്റെ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ തന്നെ തീരുമാനിച്ചു. കാരണം അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ധ്രുവത്തിന് മുകളിലൂടെ പറക്കുക എന്നത് മാത്രമല്ല, ആർട്ടിക് സമുദ്രം മുഴുവനായി മുറിച്ചുകിടക്കുക എന്നതായിരുന്നു. ബേർഡ് ചെയ്യാത്തൊരു കാര്യം. അങ്ങനെ ബേർഡിൻ്റെ പറക്കലിന് വെറും 2 ദിവസം കഴിഞ്ഞ് 1926 മെയ് 11 നോർഗെ എയർഷിപ്പ് കിങ്സ് ബേയിൽ നിന്ന് അതിൻ്റെ ചരിത്രപരമായ യാത്രയ്ക്ക് തുടക്കം കുറിച്ചു. 16 പേരാണ് അതിലുണ്ടായിരുന്നത്. നോർവീജിയക്കാരും ഇറ്റലിക്കാരും
എൽസ്വർത്ത് എന്നൊരു അമേരിക്കക്കാരൻ. ആമുണ്ട്സൻ ആയിരുന്നു പര്യവേക്ഷണത്തിൻ്റെ നേതാവ്. എന്നാൽ എയർഷിപ്പ് പറത്തുന്നത് നോബിലെ ആയിരുന്നു. അവർ ആകാശത്തേക്കുയർന്നപ്പോൾ താഴെ ഭൂമിയിൽ ഒരു പുതിയ തർക്കം തുടങ്ങുകയായിരുന്നു. ബേർഡ് യഥാർത്ഥത്തിൽ ധ്രുവത്തിലെത്തിയോ? അദ്ദേഹത്തിൻ്റെ വിമാനത്തിൻ്റെ വേഗതയും യാത്രാസമയവും വെച്ച് കണക്കുകൂട്ടിയാൽ അത് അസാധ്യമാണെന്ന് ചിലർ വാദിക്കാൻ തുടങ്ങി. ഈ വാദപ്രതിവാദങ്ങൾ പതിറ്റാണ്ടുകളോളം നീണ്ടുനിന്നു. പക്ഷേ അതൊന്നും അറിയാതെ നോർഗെ ആർട്ടിക് സമുദ്രത്തിന് മുകളിലൂടെ നിശബ്ദമായി നീങ്ങിക്കൊണ്ടിരുന്നു. നോർഗെയുടെ ആകാശയാത്ര ഒരു മാന്ത്രികാനുഭവം പോലെയായിരുന്നു. താഴെ ചന്ദ്രന്റെ വെളിച്ചത്തിൽ വെട്ടിത്തിളങ്ങുന്ന മഞ്ഞുപാളികൾ. എഞ്ചിനുകളുടെ നേരിയ മുരൾച്ചയല്ലാതെ മറ്റു ശബ്ദങ്ങളൊന്നുമില്ല. അവർക്ക് വിശാലമായ ജനലുകളിലൂടെ പുറത്തെ കാഴ്ചകൾ കാണാമായിരുന്നു. ദക്ഷിണ ധ്രുവത്തിലേക്കുള്ള കഠിനമായ യാത്രയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇതൊരു ആഡംബര യാത്രയായിരുന്നു. ചൂടുള്ള ഭക്ഷണം, സുഖപ്രദമായ ഇരിപ്പിടങ്ങൾ. പക്ഷേ അപകടം പല രൂപത്തിൽ പതിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ഏറ്റവും വലിയ വില്ലൻ ഐസായിരുന്നു. എയർഷിപ്പ് മേഘങ്ങൾക്കിടയിലൂടെ കടന്നുപോകുമ്പോൾ അതിൻ്റെ പുറംപാളിയിൽ ഐസ് രൂപപ്പെടാൻ തുടങ്ങി. ഐസിൻ്റെ ഭാരം കാരണം എയർഷിപ്പ് താഴേക്ക് വന്നു തുടങ്ങി. അത് വളരെ അപകടകരമായ അവസ്ഥയാണ്. സംഘാംഗങ്ങൾ എയർഷിപ്പിൻ്റെ മുകളിലൂടെയുള്ള ഇടുങ്ങിയ വഴിയിലൂടെ നടന്നുപോയി മരക്കഷ്ണങ്ങൾ കൊണ്ട് ഐസ് തട്ടിക്കളയേണ്ടി വന്നു. താഴെ ആയിരക്കണക്കിനടി താഴ്ചയിൽ മഞ്ഞുപാളികളാണ്. ഒരു കാൽ തെറ്റിയാൽ മരണമുറപ്പ്. മറ്റൊരു പ്രശ്നം പ്രൊപ്പല്ലറുകളിൽ രൂപപ്പെട്ട ഐസായിരുന്നു. കറങ്ങുന്ന പ്രൊപ്പല്ലറുകളിൽ നിന്ന് ഐസ് കഷ്ണങ്ങൾ തെറിച്ച് എയർഷിപ്പിൻ്റെ തുണി കൊണ്ടുള്ള ഭിത്തിയിൽ വന്നിടിക്കാൻ തുടങ്ങി. ഒരു ചെറിയ തുള വീണാൽ പോലും ഉള്ളിലെ ഹൈഡ്രജൻ വാതകം പുറത്തേക്ക് പോകുകയും എയർഷിപ്പ് തകർന്നു വീഴുകയും ചെയ്യാം. പലതവണ അത്തരം അപകടങ്ങളിൽ നിന്ന് അവർ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. യാത്ര തുടങ്ങി ഏകദേശം 16 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവർ ഉത്തരധ്രുവത്തിന് മുകളിലെത്തി. ആമുണ്ട്സൻ, എൽസ്വർത്ത്, വിസ്റ്റിംഗ് എന്നിവർ ചേർന്ന് 3 പതാകകൾ താഴേക്കിട്ടു. നോർവേയുടെ, അമേരിക്കയുടെ, ഇറ്റലിയുടെ. ആ നിമിഷം ചരിത്രപരമായിരുന്നു. റിച്ചാർഡ് ബേർഡിൻ്റെ അവകാശവാദം സംശയത്തിൻ്റെ നിഴലിലായതുകൊണ്ട് ഉത്തരധ്രുവത്തിന് മുകളിലെത്തിയെന്ന് തർക്കമില്ലാതെ പറയാൻ കഴിയുന്ന ആദ്യത്തെ ആളുകളായി അവർ മാറി. റോൾഡ് ആമുണ്ട്സൻ ദക്ഷിണധ്രുവത്തിലും ഉത്തരധ്രുവത്തിലും എത്തിയ ആദ്യത്തെ മനുഷ്യൻ എന്ന പദവി ഇതോടെ ഉറപ്പിച്ചു. ഓസ്കാർ വിസ്റ്റിംഗും കൂടെയുണ്ടായിരുന്നു. 2 ധ്രുവങ്ങളിലും കാലുകുത്തിയ ലോകത്തിലെ ആദ്യത്തെ 2 വ്യക്തികൾ. അവർ ധ്രുവം പിന്നിട്ട് അലാസ്കയെ ലക്ഷ്യമാക്കി നീങ്ങി. പക്ഷേ കാലാവസ്ഥ മോശമായിക്കൊണ്ടിരുന്നു. ശക്തമായ കാറ്റും മഞ്ഞുവീഴ്ചയും. അവർക്ക് വഴി കാണാൻ സഹായിക്കുന്ന സൂര്യനോ നക്ഷത്രങ്ങളോ മേഘങ്ങൾക്കിടയിൽ മറഞ്ഞു. റേഡിയോ സംവിധാനം തകരാറിലായി. അവർക്ക് പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലാതായി. അവർ എവിടെയാണെന്ന് അവർക്ക് പോലും നിശ്ചയമില്ലായിരുന്നു. ഉംബർട്ടോ നോബിലെയും ആമുണ്ട്സനും തമ്മിലുള്ള തർക്കങ്ങൾ ഈ സമയത്ത് മൂർച്ഛിച്ചു. എവിടെ ഇറങ്ങണമെന്നതിനെക്കുറിച്ച് അവർ തമ്മിൽ വാഗ്വാദങ്ങളുണ്ടായി. ഒടുവിൽ 72 മണിക്കൂർ നീണ്ട നിർത്താതെയുള്ള പറക്കലിന് ശേഷം അലാസ്കയുടെ തീരത്ത് ടെല്ലർ എന്നൊരു ചെറിയ ഗ്രാമത്തിൽ നോർഗെ ഇടിച്ചിറക്കി. അതൊരു സുഖകരമായ ലാൻഡിംഗ് ആയിരുന്നില്ല. പക്ഷേ എല്ലാവരും സുരക്ഷിതരായിരുന്നു. അവർ ചരിത്രം കുറിച്ചിരിക്കുന്നു. ആർട്ടിക് സമുദ്രം മുഴുവനായും അവർ വായുമാർഗം യാത്ര ചെയ്തിരിക്കുന്നു. പക്ഷേ ഈ മഹത്തായ നേട്ടത്തിൻ്റെ ശോഭ കെടുത്തിയത് പിന്നീടുണ്ടായ സംഭവങ്ങളാണ്. യാത്ര കഴിഞ്ഞ് റോമിൽ തിരിച്ചെത്തിയ ഉംബർട്ടോ നോബിലെയെ ഇറ്റലിയിലെ ഏകാധിപതിയായിരുന്ന മുസോളിനി ഒരു വലിയ ഹീറോ ആയി വാഴ്ത്തി. പര്യവേക്ഷണത്തിൻ്റെ വിജയം മുഴുവൻ നോബിലെയുടെയും ഇറ്റാലിയൻ സാങ്കേതിക വിദ്യയുടെയും പേരിലാക്കി. ആമുണ്ട്സന്റെ പങ്ക് ചെറുതാക്കി കാണിക്കപ്പെട്ടു. ഇതിൽ പ്രകോപിതനായ ആമുണ്ട്സൻ നോബിലെയെ നിഷിദ്ധമായി വിമർശിച്ചുകൊണ്ട് ഒരു പുസ്തകമെഴുതി. താനില്ലായിരുന്നെങ്കിൽ നോബിലെ ഒരു സാധാരണ എയർഷിപ്പ് പൈലറ്റ് മാത്രമായി ഒതുങ്ങിപ്പോകുമായിരുന്നു എന്നദ്ദേഹം പറഞ്ഞു. അവരുടെ സൗഹൃദം പൂർണ്ണമായും തകർന്നു. ആകാശത്തിലെ ആ മഹത്തായ യാത്ര ഭൂമിയിൽ വെച്ച് വൃത്തികെട്ട വാഗ്വാദങ്ങളിൽ അവസാനിച്ചു. ശേഷം ആമുണ്ട്സൻ തൻ്റെ പൊതുജീവിതത്തിൽ നിന്ന് ഏതാണ്ട് പൂർണ്ണമായും വിരമിച്ചു. തൻ്റെ നേട്ടങ്ങൾ ലോകം മറന്നു തുടങ്ങിയതായി അദ്ദേഹത്തിന് തോന്നി.
പക്ഷെ വിധി അദ്ദേഹത്തിനായി മറ്റൊരധ്യായം കാത്തുവച്ചിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അവസാനത്തെ ഏറ്റവും ദുരൂഹമായ അധ്യായമായിരുന്നു. നോർഗെ യാത്രയ്ക്ക് ശേഷമുള്ള വർഷങ്ങൾ റോൾഡ് അമുണ്ട്സനെ സംബന്ധിച്ചിടത്തോളം ശാന്തവും എന്നാൽ അല്പം വിഷാദം നിറഞ്ഞതുമായിരുന്നു. അദ്ദേഹം നോർവേയിലെ തൻ്റെ വീട്ടിൽ ഒതുങ്ങിക്കൂടി, പഴയ യാത്രകളെക്കുറിച്ച് ഓർത്തെഴുതി. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു നീറ്റലുണ്ടായിരുന്നു. ലോകം തന്നെ മറന്നു തുടങ്ങുകയാണോ എന്നൊരു തോന്നൽ. ഉംബർട്ടോ നോബിലെയുമായുള്ള പരസ്യമായ വാഗ്വാദങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചു. ദക്ഷിണ ധ്രുവത്തിലെ വീരനായകൻ ഇപ്പോൾ പ്രായമായ ദേശീയക്കാരനായ ഒരു മനുഷ്യനായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പലരും അടക്കം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ സാഹസിക ജീവിതം അവസാനിച്ചുവെന്ന് എല്ലാവരും കരുതി. അങ്ങനെയിരിക്കെ 1928 ഉംബർട്ടോ നോബിലെ വീണ്ടും വാർത്തകളിൽ നിറയുന്നു. അദ്ദേഹം പുതിയൊരു പര്യവേഷണത്തിന് തയ്യാറെടുക്കുകയാണ്. നോർഗയേക്കാൾ വലുതും മികച്ചതുമായ ഒരു പുതിയ എയർഷിപ്പിൽ. ഇത്തവണ അത് പൂർണ്ണമായും ഒരു ഇറ്റാലിയൻ പര്യവേഷണമാണ്. ആമുണ്ട്സെൻ്റെയോ മറ്റാരുടെയെങ്കിലും സഹായമില്ലാതെ തനിക്കൊറ്റയ്ക്ക് ഉത്തരധ്രുവത്തിലെത്താനും ശാസ്ത്രീയ നിരീക്ഷണങ്ങൾ നടത്താനും കഴിയുമെന്ന് ലോകത്തെ കാണിക്കുകയായിരുന്നു നൊബിലയുടെ ലക്ഷ്യം. ഈ വാർത്ത കേട്ടപ്പോൾ ആമുണ്ട്സൻ പുച്ഛത്തോടെ ചിരിച്ചു. നൊബിലയുടെ അഹങ്കാരം അയാളെ അപകടത്തിൽ ചാടിക്കുമെന്ന് അദ്ദേഹം തൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു. 1928 മെയ് മാസത്തിൽ നൊബിലയും സംഘവും ഇറ്റാലിയയിൽ ഉത്തരധ്രുവത്തിലേക്ക് പറന്നു. അവർ ധ്രുവത്തിലെത്തി ഇറ്റാലിയൻ പതാക താഴേക്കിട്ടു. പക്ഷേ മടക്കയാത്രയിൽ ആ ദുരന്തം സംഭവിച്ചു. അതിശക്തമായ മഞ്ഞുകാറ്റിൽപ്പെട്ട് എയർഷിപ്പിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. ഇറ്റാലിയ മഞ്ഞുപാളികളിലേക്ക് അതിശക്തമായി ഇടിച്ചിറങ്ങി. ആ ഇടിയുടെ ആഘാതത്തിൽ എയർഷിപ്പിൻ്റെ ഗൊണ്ടോള തകർന്ന് മഞ്ഞുപാളിയിൽ വീണു. നോബിലയിൽ മറ്റ് 9 പേരും ഗൊണ്ടോളയിലുണ്ടായിരുന്ന സാധന സാമഗ്രികളും മഞ്ഞിലേക്ക് തെറിച്ചു വീണു. പക്ഷേ ഭാരം കുറഞ്ഞ എയർഷിപ്പിൻ്റെ ബാക്കി ഭാഗം അതിലുണ്ടായിരുന്ന മറ്റ്6 പേരുമായി കാറ്റിൽ പറന്ന് എങ്ങോട്ടോ അപ്രത്യക്ഷമായി. അവരെ പിന്നീട് ആരും കണ്ടിട്ടില്ല. മഞ്ഞുപാളിയിൽ ഒറ്റപ്പെട്ടുപോയ നോബിലേക്കും കൂട്ടർക്കും എന്തു ചെയ്യണമെന്നറിയാതെ നിന്നു. നോബിലയുടെ കാലും കൈയും ഒടിഞ്ഞിരുന്നു. മറ്റുള്ളവർക്കും ഗുരുതരമായ പരിക്കുകളുണ്ടായിരുന്നു. പക്ഷെ ഭാഗ്യത്തിന് അവരുടെ കൂടെ റേഡിയോയും ഒരു ടെൻറ്റും കുറച്ചു ഭക്ഷണ സാധനങ്ങളും വീണിരുന്നു. അവർ റേഡിയോ പ്രവർത്തിപ്പിച്ച് ഒരു അപായ സന്ദേശം അയക്കാൻ തുടങ്ങി. SOS ഇറ്റാലിയ നോബിലെ. ആ സന്ദേശം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമുള്ള റേഡിയോ ഓപ്പറേറ്റർമാർ പിടിച്ചെടുത്തു. ആർട്ടിക് മഞ്ഞുപാളിയിൽ 10 പേർ മരണത്തെ മുഖാമുഖം കണ്ടു നിൽക്കുകയാണെന്ന വാർത്ത കാട്ടുതീ പോലെ പടർന്നു. ലോകമുണർന്നു. ചരിത്രത്തിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര രക്ഷാപ്രവർത്തനത്തിന് തുടക്കമായി. നോർവേ, സ്വീഡൻ, ഫിൻലാൻഡ്, റഷ്യ, ഇറ്റാലി തുടങ്ങിയ രാജ്യങ്ങൾ തങ്ങളുടെ കപ്പലുകളും വിമാനങ്ങളും രക്ഷാപ്രവർത്തനത്തിനായി അയച്ചു. പക്ഷേ അതൊരു എളുപ്പമുള്ള ദൗത്യമായിരുന്നില്ല. നോബിലെയും സംഘവും എവിടെയാണ് കൃത്യമായി കുടുങ്ങിക്കിടക്കുന്നതെന്ന് ആർക്കും അറിയില്ലായിരുന്നു. ആ വലിയ മഞ്ഞുപരപ്പിൽ ഒരു ചെറിയ ടെന്റ് എങ്ങനെ കണ്ടെത്താനാണ്? ദിവസങ്ങൾ കടന്നുപോയി. രക്ഷാപ്രവർത്തകർ തമ്മിൽ ഏകോപനമില്ലായിരുന്നു. ഓരോ രാജ്യവും സ്വന്തം നിലയ്ക്കാണ് തിരച്ചിൽ നടത്തിയിരുന്നത്. മഞ്ഞുപാളിയിൽ കുടുങ്ങിയവരുടെ പ്രതീക്ഷകൾ അസ്തമിക്കുകയായിരുന്നു. ഈ വാർത്തകളെല്ലാം നോർവേയിലെ തൻ്റെ വീട്ടിലിരുന്ന് റോൾഡ് ആമുണ്ട്സനും കേൾക്കുന്നുണ്ടായിരുന്നു. തൻ്റെ പഴയ എതിരാളി, താൻ വെറുക്കുന്ന മനുഷ്യൻ ഇപ്പോൾ മഞ്ഞിൽ കിടന്ന് മരണത്തോട് മല്ലടിക്കുകയാണ്. ആമുണ്ട്സൻ ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം നിശബ്ദനായി റേഡിയോ വാർത്തകൾക്ക് കാതോർത്തു. പലരും കരുതി നോബിലയുടെ ഈ ഗതികേടിൽ ആമുണ്ട്സൻ സന്തോഷിക്കുകയായിരിക്കുമെന്ന്. പക്ഷേ അവരുടെ എല്ലാം ചിന്തകൾ തെറ്റായിരുന്നു. ആ നിശബ്ദതയ്ക്ക് പിന്നിൽ ഒരു പഴയ സാഹസികൻ്റെ മനസ്സ് ഉണരുകയായിരുന്നു. അദ്ദേഹത്തിന് വെറുതെ ഇരിക്കാൻ കഴിഞ്ഞില്ല. മഞ്ഞിൽ കുടുങ്ങിക്കിടക്കുന്നതിൻ്റെ ഭീകരത അദ്ദേഹത്തെക്കാൾ നന്നായി ആർക്കറിയാം? ബെൽജിക്കയിലെ ആ നീണ്ട രാത്രികൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ വന്നു. നോബിലയോടുള്ള വ്യക്തിപരമായ വിദ്വേഷം അവിടെ അപ്രസക്തമാവുകയായിരുന്നു. സാഹസികരുടെ ഒരു അലിഖിത നിയമമുണ്ട്. അപകടത്തിൽപ്പെട്ട സഹയാത്രികനെ അയാൾ ശത്രുവാണെങ്കിൽ പോലും രക്ഷിക്കുക. ആ നിയമം പാലിക്കാൻ ആമുണ്ട്സൻ തീരുമാനിച്ചു. അദ്ദേഹം ഒരു പത്രസമ്മേളനം വിളിച്ചു. താൻ ഉംബർട്ടോ നോബിലയെ രക്ഷിക്കാനുള്ള ദൗത്യത്തിൽ പങ്കുചേരാൻ തയ്യാറാണെന്ന്
അദ്ദേഹം ലോകത്തോട് പ്രഖ്യാപിച്ചു, എൻ്റെ ജീവൻ തന്നെ നൽകേണ്ടി വന്നാലും ഞാനത് ചെയ്യാൻ തയ്യാറാണ്. ആ വാക്കുകൾ ലോകത്തെ ഞെട്ടിച്ചു. 56 വയസ്സുള്ള പൊതുരംഗത്ത് നിന്ന് വിരമിച്ച ആ മനുഷ്യൻ തൻ്റെ അവസാനത്തെ യാത്രയ്ക്ക് തയ്യാറെടുക്കുകയായിരുന്നു. അതൊരു വിജയയാത്രയായിരിക്കില്ലെന്ന് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സ് പറയുന്നുണ്ടായിരിക്കാം. റോൾഡ് ആമുണ്ട്സന്റെ പ്രഖ്യാപനം രക്ഷാപ്രവർത്തനങ്ങൾക്ക് പുതിയൊരുണർവ് നൽകി. പക്ഷേ അദ്ദേഹത്തിന് സ്വന്തമായൊരു വിമാനമോ കപ്പലോ ഉണ്ടായിരുന്നില്ല. നോർവീജിയൻ സർക്കാർ തുടക്കത്തിൽ അദ്ദേഹത്തെ സഹായിക്കാൻ മടിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രായവും മുൻപുണ്ടായ അപകടങ്ങളും അവർക്ക് ആശങ്കയുണ്ടാക്കി. എന്നാൽ ഫ്രാൻസ് മുന്നോട്ട് വന്നു. അവർ തങ്ങളുടെ പുതിയ സീപ്ലെയിനായ ലെറ്റാം 47 ആമുണ്ട്സന്റെ രക്ഷാദൗത്യത്തിനായി വിട്ടുനൽകി. അതൊരു വലിയ വിമാനമായിരുന്നു, പക്ഷേ അതിന് ആർട്ടിക് സാഹചര്യങ്ങളിൽ പറന്ന് അധികം പരിചയമുണ്ടായിരുന്നില്ല. 1928 ജൂൺ 18 നോർവേയിലെ ട്രോംസോ എന്ന തുറമുഖ നഗരത്തിൽ നിന്ന് ആമുണ്ട്സനും ഫ്രഞ്ച് പൈലറ്റായ റെനെ ഗിൽബോർഡും മറ്റ് 4 ജീവനക്കാരും ലറ്റാം 47 വിമാനത്തിൽ ആകാശത്തേക്ക് പറന്നുയർന്നു. അവരുടെ ലക്ഷ്യം സ്വാൽബാർഡായിരുന്നു. അവിടെ നിന്ന് തിരച്ചിൽ പ്രവർത്തനങ്ങളിൽ പങ്കുചേരുക. വിമാനം പറന്നുയരുന്നതിനു മുൻപ് ഒരു പത്രപ്രവർത്തകൻ ആമുണ്ട്സനോട് ചോദിച്ചു, താങ്കൾക്ക് നുബിലയോട് ക്ഷമിക്കാൻ കഴിഞ്ഞോ? ആമുണ്ട്സൻ ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇവിടെ വ്യക്തിപരമായ ഇഷ്ടങ്ങൾക്കോ വിദ്വേഷങ്ങൾക്കോ സ്ഥാനമില്ല. ജീവൻ രക്ഷിക്കുക എന്നതാണ് പ്രധാനം. വിമാനം പറന്നുയരുന്നത് കാണാൻ 100 കണക്കിന് ആളുകൾ അവിടെ കൂടിയിരുന്നു. അവർ കൈവീശി. ഒരു ഇതിഹാസം തന്റെ അവസാനത്തെ ദൗത്യത്തിന് പോകുന്നത് അവർ നോക്കി നിന്നു. ലാറ്റം 47 ബാരൻസ് കടലിന് മുകളിലൂടെ പറന്നു. ഏകദേശം 3.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വിമാനത്തിൽ നിന്നുള്ള റേഡിയോ സന്ദേശങ്ങൾ നിലച്ചു. ആദ്യമാരും അത് കാര്യമാക്കിയില്ല. റേഡിയോ തകരാറുകൾ അക്കാലത്ത് സാധാരണമായിരുന്നു. പക്ഷേ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും വിമാനത്തിൽ നിന്ന് ഒരു വിവരവും ലഭിച്ചില്ല. സ്വാൽബാർഡിൽ അതെത്തിച്ചേർന്നതുമില്ല. റോൾ ആമുണ്ട്സനും അദ്ദേഹത്തിന്റെ വിമാനവും ആകാശത്തെവിടെയോ അപ്രത്യക്ഷമായിരിക്കുന്നു. ഉംബർട്ടോ നൊബീലയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾക്കിടയിൽ ലോകമിപ്പോൾ റോൾഡ് ആമുണ്ട്സനു വേണ്ടിയും തിരച്ചിൽ തുടങ്ങി. കപ്പലുകളും വിമാനങ്ങളും ബാരൻസ് കടൽ അരിച്ചുവഴക്കി. ദിവസങ്ങൾ കടന്നുപോയി. ഒടുവിൽ ഒരു മീൻപിടുത്ത ബോട്ടിന് കടലിൽ നിന്ന് വിമാനത്തിന്റെ ഒരു പൊട്ടിയ ഭാഗം കിട്ടി. അതൊരു ഫ്ലോട്ടായിരുന്നു. പരിശോധനയിൽ അത് ലാറ്റം 47 വിമാനത്തിൻ്റെതാണെന്ന് സ്ഥിരീകരിച്ചു. പിന്നീട് ചെറിയൊരു പെട്രോൾ ടാങ്കും കണ്ടെത്തി. അതല്ലാതെ മറ്റൊന്നും കണ്ടെത്താനായില്ല. ആമുണ്ട്സന്റെയോ മറ്റ് 5 പേരുടെയോ മൃതദേഹങ്ങൾ ഒരിക്കലും കണ്ടെടുക്കപ്പെട്ടില്ല. മോശം കാലാവസ്ഥയിൽപ്പെട്ട് വിമാനം കടലിൽ തകർന്നു വീണതായിരിക്കാമെന്ന് എല്ലാവരും അനുമാനിച്ചു. വിധിയിലെ ഒരു ക്രൂരമായ തമാശ പോലെ ആമുണ്ട്സൻ അപ്രത്യക്ഷനായി ദിവസങ്ങൾക്ക് ശേഷം ഉംബർട്ടോ നൊബീലയെയും സംഘത്തിലെ മറ്റു ചിലരെയും ഒരു സ്വീഡിഷ് പൈലറ്റ് കണ്ടെത്തുകയും രക്ഷപ്പെടുത്തുകയും ചെയ്തു. നൊബീല രക്ഷപ്പെട്ടു. പക്ഷേ അദ്ദേഹത്തെ രക്ഷിക്കാൻ പോയ ആമുണ്ട്സൻ എന്ന ഇതിഹാസം ആർട്ടിക് കടലിന്റെ തണുത്ത ആഴങ്ങളിൽ എവിടെയോ നഷ്ടപ്പെട്ടു. റോൾഡ് ആമുണ്ട്സന്റെ ജീവിതം ഒരു സാഹസിക നോവൽ പോലെയാണ്. അത് തുടങ്ങിയത് നോർവേയിലെ ശാന്തമായൊരു പട്ടണത്തിലാണ്. പക്ഷേ അത് അവസാനിച്ചത് ആർട്ടിക് ആകാശത്തിലെ ദുരൂഹതയിലാണ്. അദ്ദേഹം ഒരു തികഞ്ഞ മനുഷ്യനായിരുന്നില്ല. അദ്ദേഹത്തിന് ദേഷ്യവും അഹങ്കാരവും ചിലപ്പോൾ കടുംപിടുത്തങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഒരു മഹാനായ നേതാവായിരുന്നു. കണിശമായ ആസൂത്രണത്തിൻ്റെയും തളരാത്ത ഇച്ഛാശക്തിയുടെയും അതിലുപരി പ്രായോഗികമായ അതിജീവന കലയുടെയും ആൾരൂപം. അദ്ദേഹം ധ്രുവങ്ങളെ കീഴടക്കിയത് കരുത്തുകൊണ്ടോ സാങ്കേതികവിദ്യയുടെ മികവുകൊണ്ടോ മാത്രമല്ല, പ്രകൃതിയെ ബഹുമാനിക്കാനും അതിൽ നിന്ന് പഠിക്കാനും തയ്യാറായതുകൊണ്ടാണ്. തദ്ദേശീയരായ ഇന്നുവിറ്റുകളുടെ അറിവിനെ അംഗീകരിക്കാൻ അദ്ദേഹം കാണിച്ച ആ വലിയ മനസ്സാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വിജയരഹസ്യം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അവസാനത്തെ പ്രവൃത്തി തൻ്റെ എതിരാളിയെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ പണയപ്പെടുത്തിയത് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലെ എല്ലാ കുറവുകളെയും മായ്ച്ചു കളയുന്ന ഒന്നാണ്. ഒരു യഥാർത്ഥ നായകൻ എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ ഉദാഹരണമായി അത് മാറി. റോൾഡ് ആമുണ്ട്സൻ എന്ന പേര് ഇന്ന് ധ്രുവങ്ങളിലെ മഞ്ഞുകാറ്റിൽ അലിഞ്ഞു ചേർന്നിരിക്കാം. പക്ഷേ മനുഷ്യൻ്റെ സാഹസികതയുടെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും ചരിത്രത്തിൽ ആ പേര് ഒരു കെടാവിളക്കായി എന്നും പ്രകാശിച്ചു നിൽക്കും. ഇപ്പോൾ നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുമ്പോൾ ആർട്ടിക് ആകാശത്തൊരു ചെറിയ വിമാനം പറന്നു പോകുന്നത് സങ്കല്പിക്കുക. അതിൽ പ്രായമായ, എന്നാൽ കണ്ണുകളിൽ അതേ സാഹസികതയുടെ തിളക്കമുള്ള ഒരാളുണ്ട്.
അദ്ദേഹം എങ്ങോട്ടാണ് പോകുന്നതെന്ന് ആർക്കും അറിയില്ല. ഒരുപക്ഷെ ഇനിയും കണ്ടെത്താത്ത പുതിയ ധ്രുവങ്ങൾ തേടിയുള്ള ഒരു അനന്തമായ യാത്രയിലായിരിക്കാം അദ്ദേഹം. ഇപ്പോൾ നിങ്ങൾ ശാന്തമായി ഉറങ്ങുക. പ്രിയ സ്വപ്നസഞ്ചാരിയെ, നിങ്ങൾക്ക് ഞാനൊരു നല്ല ശുഭരാത്രി നേരുന്നു.